77 വയസ്സായി. ആഹാ. ഞാന് ആ. മോന്റെ പ്രോഗ്രാം കണ്ട് അത് ഞാനിപ്പോ ഒരുപാട് ഇംഗ്ലീഷ് പഠിച്ചു. ഓക്കെ ഓക്കെ. ഞാന് 10 വരെ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ എങ്കിലും ആ ചില നല്ല കാര്യങ്ങളൊക്കെ ഞാൻ എഴുതിയെടുത്ത് പഠിക്കുമായിരുന്നു. 10ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ ശരിക്കും അന്ന് പഠിപ്പിക്കാനുള്ള പ്രായമായി. അന്ന് ഇപ്പൊ സ്കൂളിൽ പഠിപ്പിക്കാൻ 7ാം ക്ലാസ് മതി. എനിക്ക് 77 വയസ്സുണ്ട്. ആഹാ. എന്നാലും എനിക്ക് അത് പഠിക്കാനുള്ള ആഗ്രഹം. ഞാൻ ഈ ഫോൺ വഴി നോക്കുന്നു, പലരും പഠിപ്പിക്കുന്ന എനിക്ക് അത്ര ഉൾക്കൊണ്ടില്ല. ഓക്കെ. പക്ഷേ മോൻ പഠിപ്പിച്ചപ്പം എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അതിൽ വളരെ വളരെ സന്തോഷമുണ്ട് എനിക്ക്. ഓക്കെ ഓക്കെ. താങ്ക് യു. എനിക്ക് സന്തോഷം കൊണ്ട് സങ്കടം വരിക അത് പഠിക്കാൻ സാധിച്ചതില്. ഓക്കെ. അത്ര ഈസി ആയിട്ട് മോൻ പറഞ്ഞു തരുന്നു. അതൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു തന്നെ എനിക്ക് പ്രയാസമുള്ളതൊക്കെ ഞാൻ എഴുതിയെടുക്കും. നല്ലതാണ് അത്. എഴുതിയെടുത്ത് അതെല്ലാം ഞാൻ എന്റെ മനസ്സിൽ ഓർമ്മപ്പെടുത്തും. നല്ലതാണ്, അങ്ങനെ പഠിക്കുന്നത് നല്ലതാണ്. എഴുതിയെടുക്കുമ്പോൾ ഒന്നുകൂടി നമുക്ക് പിന്നെ എടുത്ത് നോക്കാനൊക്കെ പറ്റും. അപ്പൊ എന്റെ കൊച്ചുമക്കൾ പറയാം, അമ്മൂമ്മ വയസ്സുകാലത്ത് പഠിക്കാല്ലേ. പഠിത്തം എപ്പോ വേണേലും പഠിക്കാം നമുക്ക്. പഠിക്കാമല്ലോ. അങ്ങനെ പഠിക്കുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ ബ്രെയിനിലെ ഓർമ്മശക്തി കുറച്ചുകൂടി കൂടും, ബ്രെയിനിന്റെ പവർ കൂടും. അതെ, അല്ല ചിലപ്പം വല്ലവരും ഒക്കെ പറയണ കേൾക്കുമ്പോ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുമല്ലോ. അത് മാത്രല്ല നമ്മുടെ ഓർമ്മശക്തിയൊക്കെ വർദ്ധിപ്പിക്കും. കാരണം എന്താ പറയാ, നമ്മൾ പഠിക്കാതെ ആളുകൾ സാധാരണ അതിൽ ഒരു സമയം കഴിഞ്ഞാൽ പഠിക്കാതാവുമ്പോൾ നമുക്കിങ്ങനെ ഓർക്കാനുള്ള കഴിവൊക്കെ കുറയുക ചെയ്യാം. നമ്മൾ എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യുമ്പോൾ ബ്രെയിനിന്റെ ശക്തി കൂടുക. അതെ. എനിക്ക് എപ്പോഴും ഇതെടുത്ത് നോക്കാനേ നേരമുള്ള. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എല്ലാം ഞാൻ എടുത്ത് വെച്ച് നോക്കും. പല പ്രാവശ്യം അത് ആവർത്തിച്ച്. ഇപ്പൊ എനിക്ക് എഴുതാൻ നല്ല പ്രാക്ടീസായി. എഴുതാനും വായിക്കാനും പെട്ടെന്ന് ഇങ്ങോട്ട് പറയാൻ സാധിക്കുന്നില്ല. എന്നാലും ഞാൻ ശ്രമിക്കുന്നുണ്ട്. മാഷി, ഗുഡ് ഈവനിങ്. മാഷി, റിയലി അപ്രീഷിയേറ്റ് യുവർ ക്ലാസ്സസ്. മാഷി, എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ ഒരു മാസം കൊണ്ട് മാഷിനെ പോലെ ഏകദേശം ഫ്ലുവൻസിയും പ്രൊണൗൺസിയേഷനൊക്കെ ഏകദേശം അങ്ങോട്ട് വർദ്ധിക്കാൻ സാധിക്കുമെന്നും ഒരിക്കലും ഞാൻ മനസ്സിലുണ്ട് വിചാരിച്ചിട്ടേ ഇല്ല. പിന്നെന്താണ്, ഞാനൊരു മാസം എഴുതിയിട്ടുള്ള പേപ്പേഴ്സൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഞാൻ തന്നെയാണ് ഇതൊക്കെ എഴുതിയത്. ഇതൊക്കെ ഇങ്ങനെ എഴുതിയെടുക്കാൻ ഞാൻ സമയം കണ്ടെത്തിയോ? എനിക്ക് തന്നെ അതിശയം. മാഷ് പറഞ്ഞ പോലെ നമ്മളിങ്ങനെ ഓരോ ദിവസം കുറേശ്ശെ സമയം വെള്ളത്തിൽ ഒഴുക്കിൽ കൂടി പോവുകയാണെങ്കിൽ നമ്മൾ തന്നെ അറിയണില്ല. അതുപോലെ ഒരു മാസം എങ്ങനെ കടന്നു പോയെന്ന് പോലെ എനിക്ക് ഒരു മാസം കഴിഞ്ഞു പോയോ, ഞാൻ ക്ലാസ് തുടങ്ങിയിട്ട് ഒരു മാസം ആയോ, എനിക്ക് തന്നെ അതിശയം. അങ്ങനെ മാഷെ, വളരെ സന്തോഷം. പിന്നെന്താണ്, മാഷിൻ്റെ ഉദാഹരണ സഹിതമുള്ള ക്ലാസ്. അതായത് ഇപ്പോൾ മാഷ് പറഞ്ഞില്ലേ 8 ചപ്പാത്തി കഴിച്ചു എന്ന് ചിന്തിച്ചാൽ മതി, അപ്പം നമ്മൾ തെറ്റില്ല. അപ്പോൾ ഓട്ടുമ്പോഴൊക്കെ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ഞാനിപ്പോൾ എന്താണ് ചെയ്യണത്, 8 ആണോ അല്ല, മാഷ് പറഞ്ഞേക്കണേ 8 ചപ്പാത്തി കഴിച്ചു എന്നല്ലേ ചിന്തിക്കാൻ പറഞ്ഞേക്കണേ. അപ്പോൾ നോക്കുമ്പോൾ ശരി, 8 ഞാൻ കഴിച്ചു. അങ്ങനെ ഉദാഹരണ സ്ഥലം പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ കിടക്കുകയാണ്. അതുപോലെ ബിൽഡിങ് പണിയാനായിട്ട് ഇപ്പോൾ ഞാനൊരു ബിൽഡിങ് പണിയാനായിട്ട് പുറത്തുനിന്ന് കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് പണി നമുക്ക് എളുപ്പമാണ്. പക്ഷേ തന്നിട്ടുള്ള സംഭവങ്ങൾ വെച്ചിട്ട് ഒരു സെൻറ്റൻസ് മേക്കപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുകയാണ് മാഷ് തന്നിട്ടുള്ള വാക്കുകൾ ഏതൊക്കെയാണ്. ഇപ്പോൾ മാഷ് തരാത്ത വല്ല വാക്കുകളും ഉണ്ടോ? ഷുഡ് ബീൻ, ഇതൊക്കെ മാഷ് പറയാത്ത കാര്യങ്ങളാണല്ലോ. ഇതൊക്കെ എന്ത് ഇവിടെ വന്ന് കിടക്കണേ? ഇതൊക്കെ മാഷ് തരാത്ത വാക്കുകളാണല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ആ വാക്കുകളൊക്കെ മാറ്റി വെച്ചിട്ട് മാഷ് തന്നിട്ടുള്ള വാക്കുകൾ മാത്രം സെലക്ട് ചെയ്തിട്ട് മേക്കപ്പ് ചെയ്യാൻ നോക്കുക. അപ്പോൾ മാഷിന് ഉദാഹരണ സഹിതം പറയുമ്പോൾ നമ്മളത് മനസ്സിൽ കൊണ്ടുവരികയാണ് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. പിന്നെന്താണ് മാഷ് പിന്നെ പറയാനുള്ളത്, അത്യാവശ്യം മാഷിന് സ്നേഹവും സ്ട്രിക്റ്റും അത്യാവശ്യം ശകാരവും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ഒരു ക്ലാസ് മുന്നോട്ട് പോകുമ്പോൾ ഒരു രസമാണ്, നല്ല രസമാണത്. പിന്നെന്താണ്, പിന്നെ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് എന്താ പറയുക, നമ്മുടെ ചാറ്റുകളൊക്കെ ഹാക്ക് ചെയ്യുന്ന കാലമാണ്. പക്ഷേ മാഷിൻ്റെ കയ്യിൽ ഞങ്ങൾ സുരക്ഷിതരാണ്. കാരണം മാഷ് ഉടനടി അപ്പോഴുള്ള ഇൻഫർമേഷനൊക്കെ അപ്പം ഞങ്ങൾക്ക് തരുന്നുണ്ട്. അതായത് ഇൻ്റർമീഡിയറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് വന്നപ്പോൾ മാഷ് ഉടനടി മെസ്സേജ് വിടുകയാണ്, നിങ്ങൾ അതിന് എക്സെപ്റ്റ് ചെയ്യണം, നിങ്ങൾ അറിയേണ്ടെന്ന് അതിൽ പോയിട്ട് ലൈക്ക് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഉടനടി മെസ്സേജ് തരുമ്പോൾ നമ്മൾ അതുപോലെ ചെയ്യണം. കാരണം ഞങ്ങൾ മാഷിൻ്റെ കാര്യം സുരക്ഷിതരാണ്. അത് വിശ്വാസം, അതായത് ക്ലാസ്സിനേക്കാളും ഇത് ഒരു സ്വന്തം സഹോദരൻ എന്നുള്ള മാഷിനേക്കാൾ ഉപരി സ്വന്തം സഹോദരൻ്റെ അടുത്തുള്ള ഒരു വിശ്വാസം ഫീൽ ചെയ്യുന്നുണ്ട്. മാഷിൻ്റെ അടുത്ത് ഞങ്ങളില്ല എന്നുണ്ടെങ്കിലും എനിക്കത് എന്താ പറയുക, ഒരു സ്വന്തം സഹോദരൻ എൻ്റെ കയ്യിൽ ഞാൻ അത് സുരക്ഷിതയാണ് എന്നുള്ളൊരു ഫീലിങ്സ് ഉണ്ട് എനിക്ക്. അങ്ങനത്തെ ഒരു ഫീലിങ്സാണ് എനിക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും വളരെ സന്തോഷമുണ്ട്. ക്ലാസ് ഇങ്ങനെ ഇതിന് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് എനിക്ക് താല്പര്യം. കാരണം പിന്നെ എനിക്ക് പറയാനുള്ളത്, മാഷേ എങ്ങനെ മാഷിന് സാധിക്കുന്നു ഈ 12 വയസ്സ്, ഏകദേശം 12 വയസ്സ് മുതൽ ഈ 75 വയസ്സ് വരെ, ഏകദേശം 75 വയസ്സ് വരെയുള്ള ആൾക്കാരെ എങ്ങനെ ഈ ഗ്രൂപ്പ് വഴി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു മാഷേ?
അതായത് മാഷിൻ്റെ കയ്യിലാണ് അതായത് മാഷ് പറഞ്ഞിട്ടുണ്ട് അനാവശ്യമായ ലൈക്കുകളോ അത് ഇതൊന്നും ചെയ്യരുത്, അനാവശ്യം മെസ്സേജുകളോ അയക്കരുത്. പക്ഷെ അതുപോലെ അഥവാ വലിയൊരു അനാവശ്യമായിട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ തന്നെ മാഷ് ഉടനടി ഇത് കൺട്രോൾ ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യുക ചെയ്യുന്നത്. എങ്ങനെ സാധിക്കുന്നു മാഷേ? ഞാൻ വണ്ടടിച്ചു പോയി. എങ്ങനെ ഈ ഗ്രൂപ്പ് ഓൺലൈൻ വഴിയേക്കും അത് ഈ വാട്സപ്പ് വഴിയൊക്കെ ആൾക്കാർ എങ്ങനെ മാഷിൻ്റെ കയ്യിൽ ഒതുക്കി നിർത്തുന്നു എന്നുള്ളതാണ് വണ്ടർഫുൾ ആയിട്ടുള്ളത്. എനിക്ക് വളരെ വളരെ ഇഷ്ടമായി. പിന്നെ നമ്മുടെ പ്രാക്ടീസ് ഗ്രൂപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ തന്നെ ഫുൾ ടൈം ആൾക്കാർ വർക്കിങ്ങിലാണ്, ജോലിയാണ് ഓരോരുത്തരും. വളരെ കാണുമ്പോൾ സന്തോഷമുണ്ട് മാഷ്. അപ്പോൾ വളരെ ഹാപ്പിയാണ്. മാഷിന് ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ മാഷെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ സാർ, നമ്മുടെ ഗ്രൂപ്പ് ഗംഭീരമായിട്ട് എന്താ പറയുക, അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ കാരണം ഞാൻ ആദ്യം സാറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചത് ചെറിയ ചെറിയ സെൻറ്റൻസ് കുഞ്ഞുങ്ങളോട് വീട്ടിൽ സംസാരിക്കുന്നു, ഇപ്പം വാട്സ് റോങ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ സാർ പറഞ്ഞല്ല, സെൻറ്റൻസ് മേക്കിംഗ് ആണ് നമുക്ക് ആദ്യം വേണ്ടതെന്ന് പറയും. ഞാൻ വിചാരിച്ചത് എങ്ങനെ ചെയ്തെടുക്കും, കാരണം വലിയ പാരഗ്രാഫുകളല്ലേ എന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോഴാണ് അതിൻ്റെ ഒരു എന്താ പറയുക റിയാലിറ്റി മനസ്സിലാകുന്നത്. കാരണം ഇന്നത്തെ കാലത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് ചാറ്റ് വഴി മനുഷ്യരുമായിട്ട് നമുക്ക് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോഴാണ് ഇതിൻ്റെ യൂസ് വരുന്നത്. കാരണം പലരുമായിട്ട് ചാറ്റ് ചെയ്യുമ്പോൾ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങൾ അറ്റ് ദാറ്റ് ടൈം, പിന്നെ ഐ വെൻ്റ് ദ ഹോസ്പിറ്റൽ, ഇങ്ങനെ പല സാഹചര്യങ്ങളിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നു. ഇത്രയും വലിയ പാരഗ്രാഫ് ഇത്ര ഈസി ആയിട്ട് വേഗത്തിൽ പഠിച്ചെടുത്തു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം. കഴിഞ്ഞ ദിവസം എൻ്റെ മോള് 2 മക്കളുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വലിയൊരു സെൻറ്റൻസ് എഴുതിയിട്ട് മലയാളം അത് ഇംഗ്ലീഷിലേക്ക് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവർ പെട്ടെന്ന് എന്നെ വന്ന് നോക്കിയിട്ട് പറഞ്ഞു, അവർ തമ്മിൽ പറഞ്ഞു, അയ്യോ അമ്മ ഇത്രയും വലിയൊരു ഇതൊക്കെ എങ്ങനെ പഠിച്ചെടുത്തു, അവർക്ക് തന്നെ അത്ഭുതം. അപ്പം പറയും കഴിയും അത് പഠിക്കാൻ കഴിയുമെന്ന് പറയും. കാരണം അവരറിയുന്നില്ലല്ലോ അതിൻ്റെ പിന്നിൽ ഓരോ സെൻറ്റൻസും ഞങ്ങൾ എത്ര പ്രാവശ്യം പറയിപ്പിച്ചാണത് ജയിച്ചത്. അതുകൊണ്ടത് തറവായി ഒത്തിരി എന്താ പറയുക ബ്ലെസ്ഡ് ആണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. അമ്മ ഇത്രയും വലിയൊരു ഇതൊക്കെ എങ്ങനെ പഠിച്ചെടുത്തു, അവർക്ക് തന്നെ അത്ഭുതം. അപ്പം പറയും കഴിയും അത് പഠിക്കാൻ കഴിയുമെന്ന് പറയും. കാരണം അവരറിയുന്നില്ലല്ലോ അതിൻ്റെ പിന്നിൽ ഓരോ സെൻറ്റൻസും ഞങ്ങൾ എത്ര പ്രാവശ്യം പറയിപ്പിച്ചാണത് ജയിച്ചത്. അതുകൊണ്ടത് തറവായി ഒത്തിരി എന്താ പറയുക ബ്ലെസ്ഡ് ആണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. സൂര്യ സാർ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന രീതി വളരെ നല്ലതാണ്. കാരണം ഞാൻ പല ഇംഗ്ലീഷ് കോഴ്സുകൾ ഇങ്ങനെ ഈ യൂട്യൂബിൽ വരുന്ന ആളുകൾ പഠിപ്പിക്കുന്ന കോഴ്സുകൾ ഞാനിങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ള ഒരു മെത്തേഡ് ഈ ഒരു സാറിൻ്റെ ഒരു മെത്തേഡാണ്. കാരണം ആർക്കും ഭയങ്കര ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ നാളെ മറന്നൊന്നും പോകത്തില്ല. കാരണം അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് അത്രയും സിമ്പിളായിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു കോഴ്സിന് ചേർന്നത്. കാരണം ഫസ്റ്റ് വീഡിയോ ആദ്യത്തെ ഒരു ക്ലാസ് 1 എന്ന് പറയുന്ന ആദ്യത്തെ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കോഴ്സിന് ചേർന്നത്. അപ്പോൾ ചേർന്ന് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി വളരെ നല്ല ഒരു കോഴ്സും വളരെ ഒരു എന്താ പറയുക കഴിഞ്ഞു പോയ ഒരു കാര്യം നന്നായിട്ട് പറയാനും ഒക്കെ പറ്റുന്നു. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നു. ഇത്ര നന്നായിട്ട് തന്നെ എനിക്ക് ഇംഗ്ലീഷ് പറയാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ് വളരെ നല്ലതാണ്. താങ്ക് യു സർ. നമസ്കാരം സാറേ. സാറിൻ്റെ ക്ലാസ് വളരെയധികം പ്രയോജനപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ നമുക്കൊരു വിഷയം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനും അല്ലെങ്കിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളെപ്പറ്റി പറയുമ്പോൾ അല്ലെങ്കിൽ വേറൊരു പുസ്തകം എടുത്തു വെച്ച് നമ്മൾ വായിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനകത്തെ കുറേ ഭാഗങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്നും ഒരു പേടി സ്വപ്നമായിരുന്നു. സംസാരിക്കാനും പേടിയാണ്. ആരെങ്കിലും സംസാരിക്കുന്നത് നിൽക്കാൻ തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയായിരുന്നു. അതുപോലെ ഒരു ബാങ്കിൽ തന്നെ പോകേണ്ടി വന്നാൽ എപ്പോഴും ഞാൻ പിന്നോട്ട് മാറി നിന്ന് ഹസ്ബൻഡിനെ കൊണ്ട് എഴുതിക്കും. അങ്ങനെ അത്രത്തോളം ഈ ഒരു ഇംഗ്ലീഷ് വരുന്ന ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഒഴിഞ്ഞു മാറി നിന്നിരുന്നൊരു സാഹചര്യമായിരുന്നു എന്നെ സംബന്ധിച്ച് നേരത്തെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്കൊരു ആത്മവിശ്വാസമുണ്ട്. കേൾക്കുന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇതുവരെ പഠിച്ച ഭാഗങ്ങൾ ഒരു പുതിയ പുസ്തകം എടുത്ത് നമ്മൾ വായിക്കുമ്പോൾ
അതിനകത്ത് നമ്മൾ പഠിച്ചു പോയ കാര്യങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് അത് മനസ്സിലേക്ക് അതിൻ്റെ മീനിങ്ങും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ സാറിൻ്റെ വീഡിയോസ് കൃത്യമായിട്ട് യൂട്യൂബിൽ റിപ്പീറ്റ് ചെയ്ത് ഫുൾ ടൈം എന്ന് പറയുന്നത് പോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കൂടുതൽ സമയങ്ങളിലും അല്ലെ ഉറങ്ങിപ്പോകുന്നൊരു സമയം വരെ എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്നുണ്ട്. അതിൻ്റെ ഒത്തിരി ഗുണം എനിക്ക് കിട്ടിയിട്ടുമുണ്ട്. എന്താണേലും ഈ 1 മാസം കൊണ്ട് ഇത്രത്തോളം ആകാൻ കഴിഞ്ഞത് സാറ് അത്രത്തോളം ലളിതമായിട്ട് നമുക്ക് ക്ലാസ് എടുത്ത് തന്നത് കൊണ്ടും സാർ പറഞ്ഞ രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയത് കൊണ്ടുമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണെങ്കിൽ തന്നെ നമ്മൾ ചെയ്ത കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത കാര്യം സ്വന്തമായിട്ട് എഴുതാൻ പറ്റി. ഞാനും സ്വന്തമായിട്ട് മലയാളത്തിൽ എഴുതി അതിനെ ഇംഗ്ലീഷിലേക്ക് ആക്കിയതിന് ശേഷം എനിക്കിതുപോലെ മക്കളുണ്ട്, അവർക്ക് കൊണ്ട് കൊടുക്കും. അപ്പോൾ അവർ അത് അവർക്ക് തന്നെ അതിശയമാണ്, അമ്മ ഇത്രത്തോളം ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. അവർക്കും അറിയാം ഞാൻ ഇങ്ങനെ എപ്പോഴും ഈ ഇംഗ്ലീഷിൻ്റെ ഒരു കാര്യം വരുമ്പോഴത്തേക്ക് മാത്രം, ബാക്കി എല്ലാ കാര്യത്തിലും അത്യാവശ്യം സ്മാർട്ടാണെങ്കിൽ പോലും ഈ ഇംഗ്ലീഷിൻ്റെ കാര്യം മാത്രം വരുമ്പോൾ എന്നും പിന്നോട്ട് വലിഞ്ഞു നിന്നൊരു സാഹചര്യമായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് ആ ഒരു ഇത് മാറി. മനസ്സിലുണ്ടായിരുന്ന ആ ഒരു ടെൻഷൻ അങ്ങ് മാറിയിട്ട് എനിക്കതിന് പറ്റുമെന്നുള്ളൊരു പൂർണ്ണമായൊരു ബോധ്യം വന്നു. അതുപോലെ തന്നെ വീട്ടിലിരുന്ന് വായിക്കാൻ ആദ്യമൊക്കെ ഒരു മടിയുണ്ടായിരുന്നു. അപ്പോൾ സാറ് എപ്പോഴും ഉറക്കെ വായിച്ചെങ്കിൽ മാത്രമേ നമുക്കതിന് ഗുണം കിട്ടുകയുള്ളൂ എന്നുള്ള പറയുന്ന കാര്യങ്ങൾ അതുപോലെ അനുസരിക്കുന്നത് കൊണ്ട് ആ ഒരു വായിക്കാനുള്ള മടി മാറി. ഇപ്പോൾ വെളുപ്പിനെ 3 മണിക്കും 2 മണിക്കൊക്കെ എഴുന്നേറ്റിരുന്ന് ഇത് ഉറക്കെ വായിക്കുന്ന ആ ഒരു രീതിയിലേക്ക്, അതായത് മക്കൾ പഠിക്കണം എന്ന് പറയുമ്പം അവരെങ്ങനെയാണോ ചെയ്തുകൊണ്ടിരുന്നത് അതേ ഒരു ശൈലിയിലേക്ക് ഇപ്പം എൻ്റെ ഒരു ലൈഫ് മാറിയിട്ടുണ്ട്. അപ്പം ഒത്തിരി താങ്ക്സ് സാറിനോടാണ് പറയുന്നത്. സാറിലൂടെ ഒരിക്കലും സാധിക്കില്ല എന്ന് പറയുന്ന ഒരാഗ്രഹത്തെ പിന്നെ നേടിയെടുക്കാനായിട്ട് കഴിയുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ സമൂഹത്തിൽ നമുക്ക് അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ അറിഞ്ഞെങ്കിൽ മാത്രമേ ഇനി മുന്നോട്ട് നമ്മുടെ ലൈഫ് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. എന്താ പറയണ്ടേ, നാണം കെടാതെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള ശരിക്കുള്ള പച്ചയായ ഭാഷയിൽ പറയാം. അപ്പം അതുകൊണ്ട് ഒത്തിരി സഹായിക്കുന്നുണ്ട് സാറിൻ്റെ ക്ലാസ്സുകൾ. താങ്ക് യു സോ മച്ച്. ഗുഡ് ഈവനിങ് സാർ. ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റിയതും ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റിയതും എൻ്റെ ഒരു ഭാഗ്യമായി തന്നെയാണ് കാണുന്നത്. നമുക്ക് എന്തൊക്കെയോ അറിയാമെങ്കിലും നമുക്ക് ആൾക്കാരോട് സംസാരിക്കുമ്പം വാക്കുകളും കിട്ടാറില്ല, ഒരു സെൻറ്റൻസ് കൂട്ടി പറയാനായിട്ട് അറിയത്തുമില്ലായിരുന്നു. ഇപ്പം ഇതിനകത്ത് ജോയിൻ ചെയ്ത പിന്നെ നമുക്ക് എന്തെങ്കിലും ഒന്ന് സംസാരിക്കാനും നമുക്കൊരു കോൺഫിഡൻസ് ആയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. Good evening all of you. My name is Mini. I joined this class on 1st April. At that time my English was very poor, but now I am better than previous days. Because our SAR's motivations and teaching methods are very different. So I learned English very fast. Not only me, all my classmates. I am very happy now because I can speak English. So I give a big salute Surya Dinesh sir. ഗുഡ് ഈവനിങ് സാർ. സാറിൻ്റെ ക്ലാസ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഈ ക്ലാസ്സിൽ ചേരാൻ പറ്റിയത് വലിയ ഭാഗ്യമായി കണക്കാക്കുന്നു. സാർ ഓരോ ചെറിയ കാര്യങ്ങളും വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞു തന്നതുകൊണ്ട് ഞങ്ങൾക്കത് പറയാനുള്ള ഒരു ആത്മവിശ്വാസവും ഉണ്ടായി. പലപ്പോഴും പലരും ഇംഗ്ലീഷ് പറയുന്നത് കേൾക്കുമ്പോൾ മനസ്സിലാകുമെങ്കിലും തിരിച്ചു പറയാൻ എനിക്ക് അത്ര കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. സാറ് ഈ പ്രാക്ടീസ് ഗ്രൂപ്പിൽ കൂടി പല കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നത് വളരെ നല്ല മാറ്റം എനിക്കുണ്ടാക്കി തന്നിട്ടുണ്ട്. ഈ ക്ലാസ് വളരെ ഉപകാരപ്രദമാണ്. എനിക്കത് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇതുപോലെ ബാക്കി ക്ലാസ്സുകളിലും ഭാഗമാകാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. ഗുഡ് ഈവനിങ് സർ. ചെറുപ്പം മുതലേ ഇംഗ്ലീഷിൽ സംസാരിക്കുക എന്നത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഞാൻ പല സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളിലും ജോയിൻ ചെയ്തിരുന്നു, പക്ഷെ പഠിക്കാൻ സാധിച്ചില്ല. സാറിൻ്റെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന രീതി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ശ്രമിച്ചാൽ ബ്രില്യൻ സ്പോക്കൺ ഇംഗ്ലീഷിലൂടെ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസം വന്നിട്ടുണ്ട്. കഴിഞ്ഞ മാസം വിദേശത്ത് പോകാനൊരു അവസരം ലഭിച്ചിരുന്നു. അപ്പോഴാണ് ഇംഗ്ലീഷിൻ്റെ ആവശ്യകതയെക്കുറിച്ച് എനിക്ക് ശരിക്കും മനസ്സിലായത്. ഇപ്പോൾ എനിക്ക് കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് കുറച്ചൊക്കെ പറയാൻ സാധിക്കുന്നുണ്ട്. സൂര്യ ദിനേശ് സാറിനും ബ്രില്യൻ സ്പോക്കൺ ഇംഗ്ലീഷ് ടീമിനും വളരെ നന്ദി അറിയിക്കുന്നു.
ഗുഡ് ഈവനിങ് സർ. വളരെ നല്ല ക്ലാസ്സാണ് സാറിൻ്റെ. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് കൊണ്ട് മനസ്സിലുള്ള കുറേ സംശയങ്ങൾ മാറിക്കിട്ടുന്നുണ്ട്. ഇംഗ്ലീഷ് പറയാനുള്ള ഒരു കോൺഫിഡൻസും കിട്ടുന്നുണ്ട്. മൊത്തം ക്ലാസ്സെല്ലാം പങ്കെടുത്ത് കഴിയുമ്പോൾ നല്ലതുപോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് വിശ്വാസം. നല്ല ക്ലാസ്സാണ്. ഇനിയുമുള്ള ക്ലാസ്സുകൾ പ്രതീക്ഷിക്കുന്നു. ഗുഡ് ഈവനിങ് സാർ. ഞാനൊരു വീട്ടമ്മയാണ്. ഒത്തിരി തിരക്കുള്ള ഇപ്പോൾ വീട് പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കാണ്. വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കിട്ടുന്ന സമയത്ത് ഞാൻ ഓടി വന്ന് ഈ ക്ലാസ്സിൽ കയറുകയും പങ്കെടുക്കുകയും പറ്റുന്നത് പോലെ അറിയാവുന്ന രീതിയിലൊക്കെ വോയിസ് മെസ്സേജൊക്കെ വിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇംഗ്ലീഷ് പഠിക്കണമെന്ന് എനിക്ക് ആദ്യമായി തന്നെ ഒത്തിരി ആഗ്രഹമുണ്ട്. എങ്ങനെ പഠിക്കും, എവിടെ തുടങ്ങണം, അടിസ്ഥാനം എങ്ങനെ, മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇംഗ്ലീഷിൽ എവിടെ ചേർക്കണം, എന്ത് ചേർക്കണം എന്നൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പം അത്യാവശ്യം എല്ലാം ഇങ്ങനെയാണ് ഇംഗ്ലീഷ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനം ഏതാണ്ടോ ഏകദേശമൊക്കെ മനസ്സിലായി. ഇപ്പം ഒറ്റയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് പെട്ടെന്ന് പറയുമ്പം ഒരു എന്താ പറയുക, നേരി പറയുമ്പോൾ മനസ്സിൽ നന്നായിട്ട് പറയാൻ കിട്ടുന്നുണ്ട്, എഴുതാനും കിട്ടും. ഒരാളോട് സംസാരിക്കുമ്പോൾ നമുക്ക് എങ്ങനെ അത് എവിടെ ചേർക്കണം, ഇപ്പം വാചകങ്ങൾ പൂർത്തീകരിക്കാൻ അങ്ങനെ ഒരു ഭയമാണ്. പക്ഷേ സാറിൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ ഇംഗ്ലീഷ് ഇങ്ങനെയൊക്കെയാണ് ഇംഗ്ലീഷ് എന്നുള്ളൊരു അടിസ്ഥാനം കിട്ടി. ഒത്തിരി നന്ദി സാർ. സാറിന് ഇനിയും ഒത്തിരി ആരോഗ്യ ആയുസ്സും ഈശ്വരൻ നൽകട്ടെ. ഒത്തിരി 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 സ്റ്റുഡൻസിനെ അല്ലെ ഞങ്ങളെപ്പോലെയുള്ള അമ്മമാരെയൊക്കെ ഇങ്ങനെ ഒരു ഇംഗ്ലീഷിൻ്റെ ഒരു ഭാഷയിലേക്ക് കൊണ്ടുവരാൻ സാറിന് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. ഒത്തിരി നന്ദി സാർ. താങ്ക് യു വെരി മച്ച്. ഗുഡ് ഈവനിങ് സാർ. സാറിൻ്റെ ക്ലാസ് ഒത്തിരി നല്ലതാണ്, ഒത്തിരി പ്രയോജനമായിട്ടുണ്ട്. ഇങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതിയിട്ടേ ഇല്ലായിരുന്നു. പക്ഷേ ഇത് ഒത്തിരി നല്ലതായി. ഇനിയും സാറിൻ്റെ കൂടുതൽ ക്ലാസ്സുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ കൂട്ടുകാർക്കും ഞാനിത് ഷെയർ ചെയ്തിട്ടുണ്ട്. അവരും സാറിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. സാറിന് എല്ലാ നന്മകളും ദൈവം തരട്ടെ. താങ്ക് യു സർ. ഗുഡ് ഈവനിങ് സാർ. ഫസ്റ്റ് ഓഫ് ഓൾ സാർ ഞങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന ഈ എഫേർട്ടിന് ഒത്തിരി താങ്ക്സ് സാർ. കാരണം പഠിപ്പിച്ചത് തന്നെ ആവർത്തിച്ച് പഠിപ്പിച്ച് ഞങ്ങൾക്ക് മറക്കാതിരിക്കാൻ, ഞങ്ങൾക്കത് സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നതിന് വേണ്ടിയിട്ട് സാർ ഞങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന എഫേർട്ട് ഒത്തിരി താങ്ക്സ് സാർ. ശരിക്കും ഈ പഠിപ്പിച്ച ഈ പോർഷൻസ് അത്രയും ശരിക്കും സാർ എനിക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നുണ്ട്. ആരോടും പാസ്റ്റിനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റുന്നുണ്ട്. എൻ്റെ ഒരു ബേണിംഗ് ഡിസയർ ആയിരുന്നു ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ളത്. ഞാൻ സാറിനോട് പേഴ്സണലി മെസ്സേജ് ചെയ്തിരുന്നു. ഞാൻ ഇടയ്ക്കൊരു ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. പക്ഷേ എനിക്ക് ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. ഒരു വാക്ക് പോലും എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. ഞാൻ ഒത്തിരി വിഷമിച്ച സമയമായിരുന്നു. അപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കുക എന്നത് നടക്കില്ല എന്ന് തന്നെ വിചാരിച്ചു. അങ്ങനെ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തത് നല്ലൊരു ഇംഗ്ലീഷ് ക്ലാസ്സിന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്തപ്പോഴാണ് സാറിൻ്റെ ക്ലാസ് കാണാനിടയായത്. അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ആഗ്രഹിച്ച ക്ലാസ് ഇത് തന്നെയാണെന്ന്. ഇപ്പോഴും എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. എനിക്ക് പൂർണ്ണമായിട്ടും ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റായി സംസാരിക്കാൻ ഇനി മുമ്പോട്ടും കഴിയും എന്നെനിക്ക് പൂർണ്ണമായും വിശ്വാസമുണ്ട്. സാറ് തരുന്ന ഈ ക്ലാസ്സിന് ഒത്തിരി ഒത്തിരി താങ്ക്സ് സാർ. നമസ്കാരം. കുട്ടിക്കാലം മുതൽക്കേ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹങ്ങളിലൊന്നായിരുന്നു ഫ്ലുവൻ്റായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന്. പക്ഷേ അന്നൊന്നും എനിക്കത് സാധിച്ചില്ല. ഞാൻ BEd ഒക്കെ കഴിഞ്ഞു. അത്യാവശ്യം ഗ്രാമറും ടെൻസും ഒക്കെ എനിക്കറിയാം. പക്ഷേ എനിക്കത് സംസാരത്തിൽ എങ്ങനെ അത് ഉപയോഗിക്കണമെന്നുള്ളൊരു കാര്യം ഐഡിയ ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ ഒരുപാട് സ്കൂളുകളിൽ CV അയച്ചു. അവിടെ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ അവരെ ഫസ്റ്റ്
ചോയ്സ് എന്ന് പറയുക അവരുടെ ഫസ്റ്റ് എന്താന്ന് പറയുന്നത് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാമോ എന്നുള്ളതായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ ഇംഗ്ലീഷ് സംസാരത്തിൽ ഫ്ലുവൻസി കുറവായതുകൊണ്ട് തന്നെ എനിക്ക് ആ ടീച്ചർ എന്നുള്ള ആഗ്രഹം അവിടെ ഉപേക്ഷിക്കേണ്ടി വന്നു. അങ്ങനെ എനിക്കത് വലിയൊരു വിഷമമായിട്ട് മാറി. അങ്ങനെ ഞാൻ വിചാരിച്ചു ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ചേർന്നാൽ എൻ്റെ ഈ ഇതിനൊരു മാറ്റം വരുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങനെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ സെർച്ച് ചെയ്ത് നോക്കിയത്. അപ്പോഴാണ് ഞാൻ സാറിൻ്റെ ക്ലാസ് കാണാനിടയായത്. സാറിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ എനിക്ക് എന്തോ ഒരു കോൺഫിഡൻസ് തോന്നി. എനിക്കത് സാധിക്കും, ഈ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും എന്നുള്ളൊരു വളരെ ഒരു കോൺഫിഡൻസ് തോന്നി. അങ്ങനെ ഞാൻ സാറിൻ്റെ പെയ്ഡ് ഗ്രൂപ്പിൽ ചേർന്നു. ഇപ്പോൾ നമുക്ക് സാർ എടുത്തുകൊണ്ടിരിക്കുന്നത് പാസ്റ്റ് ടെൻസിലെ കാര്യങ്ങളാണ്. അതെനിക്ക് നന്നായിട്ട്, അതായത് എനിക്കറിയാവുന്ന ഐഡിയ എങ്ങനെ ഒരു സെൻറ്റൻസിലോട്ട് കൊണ്ടുവരണം എന്നുള്ളതിന് ഏറ്റവും നല്ല ഐഡിയയാണ് സാറിൻ്റെ ക്ലാസ്സുകൾ തന്നത്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് ഫാസ്റ്റ് ടെൻസിൽ ഒരുവിധം കാര്യങ്ങൾ ഇപ്പം മലയാളത്തിലൊരു കാര്യം കിട്ടിയ ഇംഗ്ലീഷിലാക്കാനുള്ളൊരു കോൺഫിഡൻസ് എനിക്കിപ്പോൾ ഉണ്ട്. ഒത്തിരി മാറ്റങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്. ഇനിയുള്ള ക്ലാസ്സുകൾ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കറക്റ്റായിട്ടുള്ള ഒരു വേ തരുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാറിൻ്റെ ഈ എഫേർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. സാറിൻ്റെ ക്ലാസ് യൂട്യൂബിൽ കണ്ടാണ് ഞാൻ ചേരുന്നത്. ഇപ്പം ഈ ഒരു മാസം കൊണ്ട് സാർ ഞങ്ങളിൽ ഉണ്ടാക്കി തന്നിരിക്കുന്ന ആത്മവിശ്വാസത്തിന് ഒരുപാട് നന്ദി. ഗുഡ് ഈവനിങ് സർ. നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. എന്നെപ്പോലൊരാളെ ഒരു മാസം കൊണ്ട് ഒന്നിലധികം വാചകങ്ങൾ സ്വന്തമായി പറയിച്ചതിന് ഏത് പ്രായത്തിലുള്ളവർക്കും പഠിപ്പിൻ്റെ ഒരു മുഷിച്ചിലും അറിയാതെ പഠിക്കാൻ കഴിഞ്ഞതിന്, പറയാൻ കഴിഞ്ഞതിന്, ഓരോരുത്തർക്കും അനുയോജ്യമായ സമയം പഠിക്കാൻ തന്നതിന്, വളരെ അടുക്കും ചിട്ടയോടും കൂടി ഒരു സെൻറ്റൻസ് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതണം, എങ്ങനെ പറയണം, എങ്ങനെ ഉച്ചരിക്കണം എന്ന് പഠിപ്പിച്ചതിന്, അതിന് സാറെടുത്ത എഫേർട്ടിന് നന്ദി, 1000 നന്ദി. ഗുഡ് ഈവനിങ് സർ. ഞാനൊരു വീട്ടമ്മയാണ്. ഒരുപാട് കാലത്തെ ആഗ്രഹമാണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കുക എന്നുള്ളത്. ഇന്നൊരു കോൺഫിഡൻസ് ഉണ്ട് എനിക്ക്. സാറിൻ്റെ ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് സാധിക്കും എന്നുള്ളത്. കാരണം സാർ അത്രയ്ക്ക് എന്നെപ്പോലുള്ളവർക്ക് വേണ്ടി ഉണ്ടാക്കിയ പോലത്തെ ക്ലാസ്സാണ് ഇടാറുള്ളത്. കാരണം ഓർമ്മയിൽ നിൽക്കാൻ പാകത്തിൽ ആ റെപ്പിറ്റേഷൻ, പിന്നെ ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ട് ഉള്ള ആ ടെക്നിക്ക്, അതൊക്കെ കേൾക്കുമ്പോൾ എന്നെപ്പോലെ പഠിക്കാൻ കഴിയാത്തവർക്ക്, എന്നെപ്പോലെ ഓർമ്മയിൽ നിൽക്കാൻ കഴിയാത്തവർക്ക് സാറിൻ്റെ ക്ലാസ് കേട്ടാൽ തീർച്ചയായിട്ടും ഇംഗ്ലീഷ് പഠിക്കാൻ സാധിക്കും എന്നെനിക്ക് പറയാൻ സാധിക്കും. കാരണം 2-3 വർഷമായി ഞാൻ ഓരോരോ യൂട്യൂബ് സ്പോക്കൺ ഇംഗ്ലീഷ് ചാനലുകൾ മാറി മാറി കേൾക്കാറുണ്ട്. പക്ഷേ ഇന്ന് വരെ എനിക്കൊരു സെൻറ്റൻസ് ഒറ്റയ്ക്ക് പറയാനോ ഇന്ന് വരെ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുവാനോ എനിക്കറിയില്ലായിരുന്നു, സാധിച്ചിരുന്നില്ല. പക്ഷേ സാറിൻ്റെ യൂട്യൂബ് ചാനൽ കേട്ടപ്പോൾ മുതൽ എനിക്ക് അതിന് കഴിയുമെന്നെനിക്ക് ഒരു ആത്മവിശ്വാസം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ പെയ്ഡ് ഗ്രൂപ്പിൽ വന്നത്. ഇപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഇത്രയും വലിയ സെൻറ്റൻസ് ഞാൻ തന്നെയാണ് എഴുതുന്നതെന്ന് എന്നെ അത്ഭുതപ്പെടുത്താറുണ്ട്. ഇത്രയും വലിയ സെൻറ്റൻസ് എനിക്കെങ്ങനെ പറയാൻ സാധിക്കുന്നു, സ്പീഡ് കുറവാണെങ്കിലും ഇത്രയും വലിയ സെൻറ്റൻസുകൾ എനിക്കെങ്ങനെ പറയാൻ സാധിക്കുന്നു എന്നെ അത്ഭുതപ്പെടുത്താറുണ്ട്. അത് സാറിൻ്റെ ഈ യൂട്യൂബ് ചാനലിന് മാത്രം ഉള്ളൊരു കഴിവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ 3-4 യൂട്യൂബ് ഈ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്ന ഒരാളാണ്. പക്ഷെ ഇന്ന് വരെ എനിക്കൊരു വാക്ക് പറയാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. സാറിനോട് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. എൻ്റെ പേര് മതേഷാണ്. അബുദാബിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഡിപ്ലോമ ഇലക്ട്രിക്കൽ കഴിഞ്ഞ ആളാണ്. സൂപ്പർവൈസർ കാറ്റഗറിയാണ്. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും എനിക്ക് ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ട് ജോലിയിൽ നിന്ന് വരെ അകറ്റിയിട്ടുണ്ട്. ഞാൻ വളരെ ആകസ്മികമായാണ് യൂട്യൂബിൽ സാറിൻ്റെ വീഡിയോ കാണാൻ ഇടയായത്. ആ സമയത്ത് എന്തോ ഒരു വ്യത്യസ്തത, എന്ന് പറയാൻ പറ്റില്ല, എന്തോ ഒരു വ്യത്യസ്തത, ഇതുവരെ കേൾക്കാത്ത
ഒരു ലോകം പോലെ തുറന്നു കിട്ടിയതുപോലെ എനിക്ക് തോന്നി. മലയാളത്തിൽ ഇങ്ങനെയൊരു ലോകം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. വേറെ ലാംഗ്വേജിൽ എല്ലാം കാണലുണ്ട്, ഹിന്ദിയിലും ഇംഗ്ലീഷിലെല്ലാം. പക്ഷേങ്കിൽ മലയാളത്തിൽ ഇങ്ങനെ ഒരു മോഡേൺ സ്റ്റൈലിൽ വന്നു എന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എൻ്റെ വൈഫ് ടീച്ചറാണ്, അപ്പോൾ അവരെ മുന്നിലെല്ലാം പിടിച്ച് നിൽക്കാൻ എനിക്ക് പറ്റുന്നില്ല. എൻ്റെ മോനും ഇപ്പോൾ പഠിക്കുന്നത് CBSE സിലബസാണ്. അവന് തന്നെ എനിക്ക് ചില കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ട് അവൻ്റെ മുന്നിൽ നിൽക്കാൻ പറ്റുന്നില്ല. പക്ഷേങ്കിൽ ഇപ്പോൾ എന്തെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ സാറെ തന്നെയാണ് ഫുൾ ടൈം. ഒരു 5 മിനിറ്റ് കിട്ടിയാൽ എങ്ങനെയെങ്കിലും ഒരു വീഡിയോൻ്റെ കുറച്ച് ഭാഗങ്ങൾ കേൾക്കുക, അതുതന്നെയാണ് ചിന്ത. പല സമയങ്ങളിലും ജോലികളിലും ഭയങ്കര തിരക്കുള്ളതുകൊണ്ടും പിന്നെ അതുകൊണ്ട് തന്നെ ശരിയായി എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സാറ് പഠിപ്പിക്കുന്നതിൻ്റെ ഒരു 50% മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. എന്നാലും സാറിനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഹൃദയത്തിൽ തന്നെ സാറ് കുടിയേറിയിരിക്കുന്നു. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. നമസ്കാരം സാർ. യൂട്യൂബിൽ സാറിൻ്റെ ക്ലാസ് കണ്ടപ്പോൾ മറ്റുള്ള ക്ലാസ്സുകളെക്കാൾ എന്തോ ഒരു പ്രത്യേകത തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ്സിൽ ചേർന്നത് തന്നെ. ആദ്യമൊക്കെ തോന്നി ഇതൊരു റെപ്പിറ്റേഷൻ ക്ലാസ് ആണല്ലോ എന്ന്. പിന്നീട് മനസ്സിലായി അതിൻ്റെ ഗുണം. എന്തെങ്കിലും ഒരു പുതിയ കാര്യം അതിലുണ്ടെന്നും മനസ്സിലായി. സാർ അതുപോലെ ഗ്രാമർ പറഞ്ഞു പഠിപ്പിക്കാതെ തന്നെ അറിയാതെ തന്നെ ഞങ്ങൾ പഠിക്കുന്നുണ്ട്. അതുപോലെ പ്രൊനൗൺസിയേഷനും ഒപ്പം കൊണ്ടുപോകുന്നുണ്ട്. വാസ്തവം പറയട്ടെ സാർ, ആദ്യമൊക്കെ ഞാൻ നോക്കിയായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാലിപ്പോൾ ഈ ക്ലാസ് കൊണ്ട് നോക്കാതെ തന്നെ സെൻറ്റൻസ് ഉണ്ടാക്കാനും കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പറയാനും പറ്റുമെന്നായി. ഇപ്പോൾ ഒരു കോൺഫിഡൻസൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ സാറ് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദിവസവും പറയുന്നതും മറ്റുള്ളവരോട് പറയുന്നതുമായ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് പെട്ടെന്ന് പിടിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അതിന് കാരണം സാറിൻ്റെ ഈ ആത്മാർത്ഥതയും എല്ലാ തരത്തിൽപ്പെട്ടവരെയും അതുപോലെ പ്രായമുള്ളവരെയും കൊച്ചും പിള്ളേരെയും എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള കഴിവും ആണ്. സാറിൻ്റെ ഈ എഫർട്ടിന് ജഗദീശൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സാർ. ഗുഡ് ഈവനിങ് സാർ. എൻ്റെ പേര് ബിൻസി എന്നാണ്. ഞാൻ യൂട്യൂബിൽ കൂടാണ് സാറിൻ്റെ ഈ പ്രോഗ്രാംസൊക്കെ കണ്ട് എനിക്ക് ഇൻട്രസ്റ്റ് തോന്നിയാണ് ഞാൻ ഈ ഗ്രൂപ്പിൽ ചേർന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഈ ക്ലാസ് ഒത്തിരി ബെനിഫിറ്റ് ഉണ്ടായ ഒരു വ്യക്തിയാണ്. എന്നാന്ന് വെച്ചാൽ സാറ് പറഞ്ഞല്ലോ, സാറ് കുറേ പാരഗ്രാഫ് തന്നിട്ട് ഈ മോഡൽ ചെയ്ത് നോക്കുന്നൊക്കെ പറഞ്ഞെങ്കിൽ ആദ്യം ഞാൻ ചിന്തിക്കുമായിരുന്നു എങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷെ സാറ് ആ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞു തരുമായിരുന്നു. ഇപ്പം അക്കമ്പനീഡ് അത് ഞാൻ ഒരിക്കലും മറക്കത്തില്ല. അതുപോലെ തന്നെ ഗ്രോസറി ഐറ്റംസ് അതൊക്കെ എനിക്ക് ഈ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ പിന്നാണ് കുറേ കാര്യങ്ങൾ മനസ്സിലായത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോഴും എൻ്റെ മെമ്മറിയിലുണ്ട്. പിന്നെ ഞാൻ സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ചില ടൈം ഈ ഡേ ആൻഡ് നൈറ്റ് ഒക്കെ വരുമ്പോൾ കറക്റ്റ് ക്ലാസ്സിന് വരാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ പേഴ്സണലി എൻ്റെ ഒരു ഡൗട്ട് ഒരു ദിവസം സാറിനെ പേഴ്സണലി മെസ്സേജ് ഇട്ട് ചോദിച്ചപ്പോൾ സാർ കൃത്യമായിട്ട് എനിക്ക് അതിൻ്റെ ഒരു മെസ്സേജ് തന്ന്, പേടിക്കണ്ട ഞാൻ അതല്ല ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞ് സാർ എനിക്ക് മെസ്സേജ് തന്നു. അതൊക്കെ കണ്ടപ്പോൾ ഞാൻ ഓർത്തു എന്ത് നന്നായിട്ട് സാറ് ഞങ്ങൾക്ക് വേണ്ടി എഫേർട്ട് എടുക്കുന്നുണ്ടെന്ന്. ഞാൻ ഈ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാന്ന് ചോദിച്ചാൽ ഒത്തിരി ഗ്രാമറുകളൊന്നും ഇല്ലാതെ സാറ് ഞങ്ങളെ പഠിപ്പിച്ചെടുക്കുന്നുണ്ട്. അതാണ് ഞങ്ങൾക്ക് വേണ്ടിയത്. എന്നാന്ന് വെച്ചാൽ ഈ ഗ്രാമറുകളൊക്കെ പഠിച്ച് കൊണ്ടിരുന്ന ഒന്നും ഞങ്ങൾക്ക് കിട്ടും. ഞാൻ കുറേ ക്ലാസ്സുകളും ഒക്കെ അറ്റൻഡ് ചെയ്ത വ്യക്തിയാണ്. പക്ഷേ ഇങ്ങനെ പഠിക്കുമ്പോൾ കുറേ എന്തെങ്കിലുമൊക്കെ വേർഡ്സൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ സാറ് പഠിപ്പിക്കുന്ന ആ കാര്യങ്ങൾ കൂടി ഞങ്ങൾക്ക് ചെയ്യാനും പറ്റുന്നുണ്ട്. ഗ്രാമറൊന്നും ഇല്ലാതാണ് സാറ് ഞങ്ങളെ പഠിപ്പിച്ചത്. ഒത്തിരി താങ്ക്സ് സാർ. ഗോഡ് ബ്ലെസ് യു. സാറിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ മുന്നോട്ടും ഇത് കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. മുന്നോട്ടും ഞങ്ങളെ നന്നായിട്ട് ഇംഗ്ലീഷ് മലയാളം കംപ്ലീറ്റ് മാറ്റി ഇംഗ്ലീഷ് നന്നായിട്ട് പറയുവാൻ ഒരു മിടുക്കിയാക്കി എടുക്കാൻ ഉള്ള കഴിവ് സാറിനുണ്ട്. അത് സാർ മുന്നോട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. സാറിനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമസ്കാരം സാർ. ആദ്യമായി തന്നെ സാറിന് നന്ദി പറയുന്നു. എനിക്ക് കൊറോണയെല്ലാം വന്നിട്ട് എൻ്റെ ഓർമ്മശക്തി ഒരുപാട് നഷ്ടപ്പെട്ടു പോയായിരുന്നു. എനിക്ക് സംസാരിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് ഈ ക്ലാസ് കൂടിയതിന് ശേഷമാണ്
ഞാനൊരു കൊച്ചുകുട്ടി എങ്ങനെ ക്ലാസ്സിൽ ഇംഗ്ലീഷ് പഠിക്കുന്നോ അതുപോലെ തന്നെ ഞാൻ സാറിൻ്റെ ക്ലാസ്സിലൂടെ ഓരോന്നായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സാറിൻ്റെ ക്ലാസ് എനിക്കൊരു നല്ല മോട്ടിവേഷൻ ക്ലാസ്സായിരുന്നു. എല്ലാം കൊണ്ടും ഒത്തിരി നന്ദിയുണ്ട് സാറ്. എനിക്ക് പറയാൻ വാക്കുകളില്ല, അത്രയേറെ നന്ദിയുണ്ട് എനിക്ക്. സാറ്, എൻ്റെ പേര് റോബിൻ. സാറ്, ഞാൻ 1 വർഷത്തോളമായി ഇംഗ്ലീഷ് പഠിക്കാനുള്ള പരിശ്രമത്തിലാണ്. യൂട്യൂബിൽ തപ്പി പല ആൾക്കാരുടെ കുറഞ്ഞത് 5-8 പേരുടെ ഇതുപോലെ ചാനൽ കണ്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെങ്കിൽ ഇതുവരെ ഒരു സ്ഥലത്തും എത്താൻ കഴിഞ്ഞിട്ടില്ല. എനിക്ക് ഒരു വാക്ക് ശരിയായ രീതിയിൽ സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെങ്കിൽ സാറിൻ്റെ ഈ 1 മാസത്തെ ക്ലാസ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതിൻ്റെ പവർ. ഇപ്പോൾ സാറ് തന്ന ടാസ്കൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ 3-4 ഞാൻ ചെയ്ത് അയച്ചിട്ടുണ്ട്. ലാസ്റ്റത്തെ 1-2 അയക്കാൻ പറ്റിയില്ല, തിരക്കായ കാരണം. പക്ഷെ അത് ഞാൻ ഇങ്ങനെ സ്വയമേ പഠിച്ചു, അതെല്ലാം അറിയാം, പക്ഷെ അയക്കാൻ പറ്റിയിട്ടില്ല. എങ്കിലും എൻ്റെ സാറേ ഒന്നും പറയാൻ പറ്റില്ല, അത്രയ്ക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സ്റ്റേജിലേക്ക് ഞങ്ങളെ എല്ലാവരെയും ഉയർത്താൻ സാറിന് കഴിഞ്ഞിട്ടുണ്ട്. ഈശ്വരൻ ഇനി അനുഗ്രഹിക്കട്ടെ സാറിന്. അതുപോലെ തന്നെ മുന്നോട്ടുള്ള ക്ലാസ് ഏറ്റവും ഭംഗിയായി നടത്താൻ സാറിന് ഈശ്വരൻ കഴിവ് നൽകട്ടെ. അത് പഠിക്കാനുള്ള കഴിവ് ഞങ്ങൾക്കും ഈശ്വരൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരി സാറേ, ഇനിയും ഭാവിയിലേക്കുള്ള നോക്കുകയാണ്. അടുത്ത ക്ലാസ്സുകൾ ഓരോന്നും നോക്കിയിരിക്കുകയാണ്. ശരി, ഓക്കെ, താങ്ക് യു. സാർ, എൻ്റെ പേര് വിജേഷ്. ഞാൻ കുറച്ച് നാളുകളായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാനുള്ള ശ്രമങ്ങളിലായിരുന്നു. അതിനുവേണ്ടി കുറച്ച് യൂട്യൂബ് ചാനൽസ് കാണുകയും എന്തുകൊണ്ടോ അതൊന്നും കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്തില്ല. അങ്ങനെ ഇരിക്കെയാണ് സാറിൻ്റെ ക്ലാസ് കാണുകയും അതിൽ കൂടുതൽ അട്രാക്റ്റ് ആവുകയും ചെയ്തത്. അതിനുശേഷം സാറിൻ്റെ ഓരോ ക്ലാസ്സിന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു. ആർക്കും പഠിക്കാൻ പറ്റുന്ന വളരെ ലളിതകരമായ രീതിയിലായിരുന്നു സാറിൻ്റെ ക്ലാസ്. വെരി വെരി ഹെൽപ്ഫുൾ. എനിക്കിപ്പോൾ പൂർണ്ണ വിശ്വാസമുണ്ട് ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ പറ്റുമെന്ന്. വെരി വെരി താങ്ക്സ് സാർ. ഇങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. ഞാനും മറ്റുള്ളവരെ പോലെ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. പല ക്ലാസ്സുകളിലും ഇതുപോലെ ഫീസ് കൊടുക്കുകയും അത് തുടർന്ന് പോകാൻ പറ്റാതെ, അതായത് അത് നമുക്ക് പറ്റുന്ന രീതിയിലല്ല, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള പല ക്ലാസ്സുകളായിരുന്നത് കൊണ്ട് അത് ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണ് ഉണ്ടായത്. പക്ഷെ സാറിൻ്റെ ഈ ഒരു ക്ലാസ് യൂട്യൂബിലൊരിക്കൽ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു എത്രമാത്രം നമുക്കിത് പഠിച്ചെടുക്കാം എന്നുള്ളത് മനസ്സിലാകുകയും ഞാനിതിൽ ജോയിൻ ചെയ്യുകയും ആണ് ഉണ്ടായത്. സാറ് പലപ്പോഴും ടാസ്ക് തരുമ്പോൾ പറയും നിങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളതാണ് എങ്കിലും, പക്ഷേ ഈ രീതി തന്നെയാണ് ഏറ്റവും എഫക്റ്റീവായിട്ട് എനിക്ക് ഒരു പക്ഷേ എല്ലാവർക്കും അത് തന്നെ തോന്നിയിട്ടുണ്ടാവും. ഇപ്പം എല്ലാവർക്കും അതൊന്ന് മനസ്സിൽ ആഴത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ഇതുവരെയുള്ള ടാസ്കുകൾ. സാറ് പറയുന്ന സമയത്ത് തന്നെ ഇത് ചെയ്യാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ട് മാത്രമാണ് ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത്. ജോലി സംബന്ധമായ മറ്റ് രീതിയിലുള്ള ചില തിരക്കുകൾ വരുമ്പോൾ എനിക്ക് സമയത്തിന് ചെയ്യാൻ പറ്റുന്നില്ല. എനിവേ സാറേ, ഇത് ഒരുപാട് പേർക്ക് സാറിൻ്റെ ഈ ക്ലാസ് കൊണ്ട് ഗുണം കിട്ടുന്നുള്ളത് തീർച്ച. സാറിന് എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ എന്ന് ഇതോടൊപ്പം പ്രാർത്ഥിക്കുകയും ബ്രില്യൻറ്റ്, ഇത് വളരെ പേരുകേട്ട ഉന്നത നിലയിലെത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരുപാട് എക്സ്പീരിയൻസസാണ് ഈ ക്ലാസ് വഴി എനിക്ക് കിട്ടിയിട്ടുള്ളത്. സാറിൻ്റെ മോട്ടിവേഷൻ വഴി ഇത്രയും ഡെവലപ്മെൻറ്റ്സ് എനിക്ക് കീപ്പ് ചെയ്യാൻ പറ്റി.
പിന്നെ സാറിൻ്റെ വോയിസ് ഇംഗ്ലീഷിനോട് കൂടുതൽ അടുപ്പം തോന്നിക്കുന്ന ഒരു വോയിസാണ്. കൂടുതൽ ഫ്രഷ്നെസ്, നമുക്ക് ക്ലാസ്സിനോട് കൂടുതൽ ഫ്രഷ്നെസ് അനുഭവപ്പെടുത്തുന്ന ഒരു വോയിസാണ് സാറിൻ്റേത്. ഐ റിയലി താങ്ക്സ്ഫുൾ ടു ഓൾ തിങ്സ്. വളരെ നല്ല ക്ലാസ്സാണ്. ഇനി പോകെ പോകെ ഇനിയും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ കഴിയുമെന്നാണ് വിശ്വാസം. സാറേ നമസ്കാരം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു 10-15 വർഷമായിട്ട് ഇത് പഠിക്കണം എന്ന് വെച്ചിട്ട് പല സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലും അതിലും യൂട്യൂബ് ചാനലും എല്ലാം കയറി കുറേ ശ്രമിച്ചു നോക്കിയതാണ്. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഇതിനോടൊരു ബോറടിക്കുന്ന പോലെ, ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നൽ നമുക്ക് തന്നെ ഉള്ളിലിങ്ങനെ ഒരു തോന്നൽ വരുന്നു, ഇത് നടക്കില്ല എന്നുള്ളത്. പക്ഷേ സാറിൻ്റെ ക്ലാസ് എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ അത് നമുക്കിപ്പോൾ ഒരു കഴിഞ്ഞു പോയ ഒരു കാര്യത്തെ പറ്റിയിട്ട് ഇപ്പോൾ അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യാനുള്ള പറയാനും ഇപ്പോൾ മലയാളത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് ഇംഗ്ലീഷിലാക്കാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും സാർ ഇത് തുടർന്ന് അങ്ങോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. എന്നെ സംബന്ധിച്ചിടത്തോളം പറയാന്ന് വെച്ചാൽ എനിക്ക് ഇംഗ്ലീഷ് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു ഫീൽഡിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. പക്ഷേ എന്ത് ചെയ്യാനാ, നമുക്കിത് സംസാരിക്കാൻ പറ്റാത്തൊരു വിഷമം വല്ലാണ്ടുണ്ട്. എന്തായാലും സാറിൻ്റെ ക്ലാസ്സോടുകൂടി അത് സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്ക് എന്തായാലും ഉണ്ട്. ഒരുപാട് നന്ദിയുണ്ട് സാറേ. ഓക്കെ. ഗുഡ് ഈവനിങ് സാർ. സാറിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് ഞാൻ യൂട്യൂബിൽ കാണുന്നത്. അതിൽ നിന്ന് എനിക്ക് ഒരു വ്യത്യസ്തത തോന്നി. ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന സ്കൂളുകളിലെ കുട്ടികൾക്കൊക്കെ ക്ലാസ് എടുക്കുന്ന പോലെ ക്ലാസ് എടുക്കുന്ന ഒരു വീഡിയോ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഞാൻ കുറേ വീഡിയോസുകൾ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇങ്ങനെ ഒരു വീഡിയോസ് കണ്ടിട്ടില്ല. അതിനല്ല ആദ്യം തന്നെ ഒരു വാക്കിൽ തുടങ്ങിയിട്ട് അവസാനം ഒരു പാരഗ്രാഫിലാണ് ആ വീഡിയോ കൊണ്ട് നിർത്തുന്നത്. അപ്പോൾ അവരുടെ ഒപ്പം ഞാനും അത് പറയാൻ ശ്രമിച്ചു. എനിക്കത് പാരഗ്രാഫായപ്പോൾ അത് മനസ്സിലായി, പറയാൻ സാധിച്ചു. പിന്നെ തന്നെ എനിക്ക് ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലാകുമായിരുന്നു, തിരിച്ചങ്ങോട്ട് പറയാൻ കിട്ടത്തില്ലായിരുന്നു, വാക്കുകൾ കിട്ടത്തില്ലായിരുന്നു. ഞാനത് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഈ യൂട്യൂബിലെ വീഡിയോകൾ ടി വി വെച്ച് കൊടുക്കുമ്പോൾ ഈ ഇംഗ്ലീഷ് വീഡിയോകളാണ് വായിച്ച് കൊടുക്കാറ്. അപ്പോൾ അവർക്കൊന്നും മനസ്സിലാകത്തില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ എനിക്ക് അവർ പറയുന്ന സാറ് പറയുന്ന പോലെ വിദേശികൾ ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ പറയുന്നത് അത് കേൾക്കുമ്പോൾ എനിക്കും അത് മനസ്സിലാകാൻ തുടങ്ങി. പിന്നീട് വാക്കുകൾ ഓരോ സെൻറ്റൻസുകൾ എനിക്ക് മനസ്സിലാകാൻ തുടങ്ങി. പിന്നെ എൻ്റെ നെയ്ബേഴ്സായ എനിക്ക് ഫിലിപ്പീൻസൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. അവർ സംസാരിക്കുന്നതും ഭയങ്കര ഫ്ലുവൻറ്റിലാണ് സംസാരിക്കുന്നത്. അവരുടെ സംസാരങ്ങൾ എനിക്ക് മനസ്സിലാകില്ലായിരുന്നു. ഞാൻ ഒരു ഹായ് മാത്രത്തിൽ ഒതുക്കുമായിരുന്നു, എന്നിട്ടൊരു ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിലും ഒതുക്കുമായിരുന്നു. ഇപ്പോൾ എനിക്ക് അവർ പറയുന്നത് മനസ്സിലാകും, അവരോട് സംസാരിക്കാമെന്ന് എനിക്ക് ആയിട്ടുണ്ട്. ഇതെല്ലാം സാറിൻ്റെ ഈ ക്ലാസ്സുകളിൽ അതിലെ സെൻറ്റൻസ് ബേസുകളായിട്ട്, പാരഗ്രാഫുകളായിട്ട്, ക്വസ്റ്റ്യനായിട്ട് അങ്ങനെ എല്ലാം ചെയ്തതിൻ്റെ പേരിൽ മാത്രമാണ് ഇത്രയും ആകാൻ പറ്റിയത്. ഈ ക്ലാസ്സുകൾ മുമ്പോട്ടും കണ്ടിന്യൂ ചെയ്തു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ ഇത്രയൊക്കെ എല്ലാവർക്കും ഈ കൊച്ചു കുട്ടികൾ മുതൽ എല്ലാവർക്കും ഇത്രയും ബുദ്ധിമുട്ടി ചെയ്തു തരുന്ന സാറിന് വലിയൊരു താങ്ക്സ്. First of all, I would like to thank Mr. Surya sir and Brilliant Group. യൂട്യൂബിൽ നിന്നാണ് സാറിൻ്റെ ഈ ചാനൽ കണ്ടപ്പോൾ പഠിക്കണമെന്ന് തോന്നിച്ചേർന്നതാണ്. എൻ്റെ കുട്ടികൾ പറയുന്നു അമ്മ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് എന്ന്. ഇനിയും പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. താങ്ക് യു സോ മച്ച്. ഗുഡ് ഈവനിങ് സർ. ഞാനൊരു പ്രീ പ്രൈമറി ടീച്ചറാണ്. നമ്മുടെ സ്കൂളിൽ പ്രിൻസിപ്പാളിന് നിർബന്ധമാണ് ടീച്ചേഴ്സ് എല്ലാം ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന്. അതുകൊണ്ട് ഏപ്രിലിൽ ഞാൻ ലീവ് കിട്ടിയപാടെ കുറേ യൂട്യൂബ് വീഡിയോകൾ ഇങ്ങനെ നോക്കി അതിൽ നിന്ന് കുറേ വേർഡ്സും കാര്യങ്ങളും എഴുതിയെടുത്ത് കുറേ പഠിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് സാറിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടത്. ആ വീഡിയോ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര മനസ്സിലാവുന്നുണ്ട് വീഡിയോ കണ്ടപ്പോൾ. സർ ആ 2 കുട്ടികളെ പഠിപ്പിക്കുന്ന രീതി, അതുകൂടാതെ സർ ആ ഓഡിയൻസിന് അതിൻ്റെ ഇടയിൽ സമയം കൊടുക്കുന്നുണ്ട് പറയാൻ, അതൊക്കെ എന്നെ വളരെയധികം ഇഷ്ടമായി എനിക്ക്. പിന്നെ അതുപോലെ സാറിൻ്റെ മോട്ടിവേഷൻ ഈ യൂട്യൂബ് വീഡിയോകളിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് സാറ് മറ്റുള്ളവർക്ക് ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കണം, ഗ്രാമർ ഇല്ലാതെ എങ്ങനെ പഠിക്കാം, അതുപോലെ ഏത് പ്രായത്തിലുള്ളവർക്കും ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും,
സാറിൻ്റെ ആ മോട്ടിവേഷൻ അത് എനിക്ക് വല്ലാത്ത എൻ്റെ മനസ്സിനെ ഇങ്ങനെ തട്ടി. അങ്ങനെ ഈ നല്ല മനസ്സിന്, സാറിൻ്റെ ഈ നല്ല മനസ്സിന് 1000 നന്ദി സർ. ഇനിയും ഈ ക്ലാസ് തുടരണമെന്നാണ് എൻ്റെ അഭിപ്രായം. Good evening, sir. It was a better course for me. I spoke Malayalam and Hindi very much. Moreover, I spoke English, but not fluent in English. Whenever I spoke in English, there were many mistakes in it. My confidence level was low. At that moment, I had to attend your spoken English course. Now I am very happy to say about my confidence level is high because now I easily handle or successfully passed in this section in past tense. I easily handle conversation, paragraph and any sentences in past tense. Thus, your class was very energetic and wonderful and powerful class. This class gave me a good pronunciation, sentence making, how can we create question model, name of groceries, vegetables, fish, vocabulary, etc. In this class, you create English atmosphere. I really appreciate your initiative. This course gave me an opportunity to improve my skills in English. Thank you so much, sir. ഹായ് സാർ, ഞാൻ സന്ധ്യ. ഞാനിവിടെ സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്, സ്റ്റാഫ് നഴ്സായിട്ട്. അപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ പറ്റാത്തതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്കുണ്ടായി. എനിക്കിപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ 1.5 വർഷം ആവുന്നതേ ഉള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് മലയാളീസ് കുറവാണ്. പിന്നെ അതർ നാഷണാലിറ്റീസാണ് കൂടുതലുള്ളത്. ഫിലിപ്പീൻസ്, ഈജിപ്ഷ്യൻസ്, പിന്നെ വേറെ കുറേ രാജ്യക്കാരാണ്. അപ്പോൾ നമുക്ക് അവരുടെയൊക്കെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരോടായാലും ഡോക്ടേഴ്സിനോടായാലും ഒക്കെ നമുക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് അറിഞ്ഞേ പറ്റത്തുള്ളൂ. അറ്റ്ലീസ്റ്റ് നമുക്കൊരു എഴുതുന്നതിനേക്കാൾ ഉപരി നമുക്ക് ജസ്റ്റ് കോൺവെർസേഷൻ നമുക്ക് അത്യാവശ്യമാണ് എന്നുള്ളൊരു കാര്യം ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് ഒരുപാട് മനസ്സിലായൊരു കാര്യമാണ്. ഞാൻ ഇത്ര നാൾ നമ്മുടെ നാട്ടിലായിരുന്നു, അപ്പോൾ എനിക്കത് എൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് അറിയത്തില്ല. പക്ഷേ എൻ്റെ പണ്ട് തൊട്ടേ ഉള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കുക എന്നുള്ളത്. നമ്മൾ മലയാളം സംസാരിക്കുന്ന പോലെ തന്നെ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കുക എന്നുള്ളത് എൻ്റെ പണ്ട് തൊട്ടേ ഉള്ളൊരു ആഗ്രഹമായിരുന്നു. അതെന്താണെന്ന് എനിക്കറിയില്ല, എനിക്കങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് കുറേ 2-3 ആഗ്രഹങ്ങളിലുള്ള ഒരാഗ്രഹമാണ് എൻ്റെ അത്, ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ പറ്റുമോ എന്നുള്ളത്. എന്തോ അങ്ങനെ ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പല യൂട്യൂബിലെ ക്ലാസ്സുകളും പലരുടെ അങ്ങനെയൊക്കെ കാണുകയൊക്കെ ചെയ്തു. പക്ഷേ നമുക്ക് അതൊക്കെ കാണുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പം ജസ്റ്റ് ഒരു ഷോർട്ട് ഫിലിമൊക്കെ നമ്മൾ കാണുമ്പോഴായാലും അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് വായിക്കുമ്പോഴായാലും നമുക്കത് മനസ്സിലാവും. പക്ഷേ ചില സമയത്ത് നമുക്കതിൻ്റെ ഫുൾ അർത്ഥം എന്താണെന്നുള്ളത് മനസ്സിലാവത്തില്ല. പക്ഷേ ഒരു ഷോർട്ട് ഫിലിമോ കാണുമ്പം നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അത് നമുക്ക് കാണുകയും കൂടി ചെയ്യുന്നതുകൊണ്ട് നമുക്കത് കറക്റ്റ് അറിയാൻ പറ്റും. പിന്നെ അതൊക്കെ കാണുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവുമെന്നല്ലാതെ നമുക്ക് അത് കാണുന്ന സമയത്ത് ഓക്കെ നമ്മൾ പെർഫെക്റ്റ് ആണ്, നമുക്കത് മനസ്സിലാക്കാം. പക്ഷെ നമുക്കത് നമ്മുടെ നിത്യജീവിതത്തിൽ അത് ഉപയോഗിക്കാൻ അത് എത്രത്തോളം പറ്റും എന്ന് ഞാൻ നോക്കിയിട്ട് ഞാൻ ഫെയിലായിപ്പോയൊരു വ്യക്തിയാണ്. എനിക്ക് 12 hour ഡ്യൂട്ടി, ആ ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് പോലും ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചു ഇംഗ്ലീഷ് ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ യൂട്യൂബിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സാറിൻ്റെ ക്ലാസ്സിനെ പറ്റി ഞാൻ കാണുന്നത്, ആ ക്ലാസ് ഞാൻ കേൾക്കുന്നതും എല്ലാം. ദൈവമായിട്ട് അതെനിക്ക് കാണിച്ചു തന്നതായിരിക്കും. എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം അത്രയ്ക്ക് ആയതുകൊണ്ട് അത് ദൈവമായിട്ട് എനിക്ക് കാണിച്ചു തന്നതായിരിക്കും. സാറിനെ പറ്റിയുള്ള വീഡിയോസ് യൂട്യൂബിൽ വന്ന ക്ലാസ്സുകൾ ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് തന്നെ ഒരു ഇഷ്ടം തോന്നി അത് നമുക്ക്. കാരണം മറ്റുള്ളവർ പഠിപ്പിക്കുന്ന രീതിയും സാറിൻ്റെ രീതിയും വ്യത്യസ്തമാണ്. ഒരു സാധാരണക്കാരനായ ഒരാൾക്ക് പോലും നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുന്ന തരത്തിലാണ് സാറ് നമുക്ക് പറഞ്ഞു തരുന്നതും. അതുമാത്രമല്ല ഒരു ബേസിക്ക് നമുക്ക് ഒരു കാര്യം എങ്ങനെ സംസാരിക്കണം എന്നുള്ളൊരു ബേസിക് സാറിൻ്റെ ക്ലാസ് കേട്ടപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. സത്യം പറയാൻ എനിക്ക് സാറിൻ്റെ ക്ലാസ് കേൾക്കുന്നതിന് മുന്നേ നമുക്ക് ഒരു നിത്യജീവിതത്തിൽ ഒരു സംഭവം നമുക്ക് കറക്റ്റായിട്ട് ഇത് പറയുന്നതിന് നമുക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. ഇവിടെ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് ഇവിടെ ആയതുകൊണ്ട് നമുക്ക് ജീവിച്ച് പോയേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം പൊട്ട രീതിയിലായാലും നമ്മൾ ലാംഗ്വേജ് പറയാൻ തുടങ്ങി. പക്ഷേ അത് ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് നമുക്ക് തന്നെ മനസ്സിലാക്കാം എന്നുള്ളതല്ലാതെ അതൊരു കറക്റ്റ് ഒരു ഇംഗ്ലീഷിൻ്റെ ലാംഗ്വേജ് അല്ല എന്നുള്ള കാര്യം എനിക്ക് അറിയാം.
പിന്നെ അതുപോലെ തന്നെ എനിക്ക് വൊക്കാബുലറി കറക്റ്റ് എനിക്കറിയില്ല. കാരണം വെച്ചാൽ ചില സമയത്ത് നമ്മൾ അവരോട് സംസാരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പോൾ ഡെയിലി ലൈഫിലുള്ള നമ്മുടെ കോൺവെർസേഷൻ സ്പീച്ചിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പോഴും എനിക്കതിന് ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വാക്കുകൾ നമുക്ക് കറക്റ്റ് വേർഡുകൾ നമുക്ക് കിട്ടാറില്ല. അപ്പോഴൊക്കെ നമുക്ക് ഒരു നമ്മളോട് തന്നെ ഒരു നാണക്കേട് തോന്നും. കാരണം മറ്റുള്ളവർ കേൾക്കുമ്പോൾ നമ്മളെപ്പറ്റി എന്ത് ചിന്തിക്കുക എന്നുള്ളൊരു ബുദ്ധിമുട്ട് ഞാൻ പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ അത് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ സാറിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടപ്പോഴത്തേക്കാണ് നമ്മൾ ഒരു സാധാരണ സെൻറ്റൻസുകൾ തന്നെ ഇത്രയും ക്ലാസ്സുകൾ കണ്ടപ്പോൾ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റി. അത്യാവശ്യം നമുക്കൊരു സെൻറ്റൻസുകൾ പറയാൻ പറ്റി. ഇപ്പം ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ മലയാളി സ്റ്റാഫിനോടായാൽ പോലും നമ്മൾ തമാശ രീതിയിലായാലും നമ്മൾ പറയുമ്പോഴും ഇംഗ്ലീഷും കൂടി മിങ്കിൾ ചെയ്ത് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് സംസാരിക്കാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ഇപ്പോൾ എനിക്കുണ്ട്. പിന്നെ സാറിൻ്റെ ഇനി ബാക്കിയുള്ള ക്ലാസ്സുകളും കൂടെ കാണുമ്പോഴത്തേക്ക് അത്യാവശ്യം നമുക്ക് സംസാരിക്കാൻ പറ്റും എന്നുള്ളൊരു ദൃഢവിശ്വാസം ഇപ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ട്. എനിക്ക് 2 മക്കളാണുള്ളത്. ഒരാളിപ്പം +2 പഠിക്കുന്നു, ഒരാൾ 10th പഠിക്കുന്നു. അപ്പം ഞാൻ സാറിൻ്റെ ക്ലാസ്സുകൾ അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സംസാരിക്കുന്നതിനെ പറ്റി അവർക്ക് ഞാൻ പറഞ്ഞു, യൂട്യൂബിൽ ഈ ക്ലാസ്സുകൾ കാണണം, നിങ്ങൾക്കായാലും അത്. കാരണം കുഞ്ഞുങ്ങളായാലും ഇനി വേറെ പുറത്തൊക്കെ പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അവർക്കത് യൂസ് ചെയ്യും എന്നുള്ള രീതിയിൽ ഞാൻ പിള്ളേർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എനിക്ക് ദൈവത്തോട് ഞാൻ നന്ദി പറയുക, സാറിൻ്റെ ഈ ഒരു ക്ലാസ്സിൽ എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പെയ്ഡ് ക്ലാസ്സിനെ പറ്റി അറിഞ്ഞപ്പോൾ ഞാൻ ആദ്യമേ തന്നെ എനിക്ക് ചേരാൻ താല്പര്യമുണ്ടെന്ന് സാറിനെ അറിയിച്ചതുമല്ല. കാരണം എൻ്റെ ജീവിതത്തിലൊരു ആഗ്രഹമാണ് ഇംഗ്ലീഷ് ഒന്ന് ഫ്ലുവൻ്റായിട്ടും കോൺഫിഡൻ്റായിട്ട് സംസാരിക്കുക എന്നുള്ളത്. എനിക്കില്ലാത്ത കാര്യങ്ങളാണ് ഫ്ലുവൻസിയും കോൺഫിഡൻസും വൊക്കാബുലറിയുമാണ് എനിക്കുള്ള പ്രശ്നങ്ങൾ. അത് ക്ലാസ്സുകളെല്ലാം കണ്ടു കഴിയുമ്പോഴത്തേക്ക് മാർക്ക് കിട്ടും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. പക്ഷേ എന്നാലും എൻ്റെ കൂടെയുള്ള ഫിലിപ്പിനോ സ്റ്റാഫിനോടൊക്കെ എനിക്ക് സംസാരിക്കാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അവരോടൊക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ എന്നാലും കുറേ കൂടി മാറണം എന്നൊരാഗ്രഹം നന്നായിട്ടുണ്ട്. സാറിൻ്റെ ക്ലാസ്സുകൾ അതെനിക്കൊരു ഉപകാരമാകും എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. നന്ദി സാർ. ഇങ്ങനെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതിന് എല്ലാത്തിനും നന്ദി. കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമസ്കാരം സാർ. സാറിൻ്റെ ഈ പഠിപ്പിക്കുന്ന രീതി വളരെ നല്ലതാണ്. ഏത് കൊച്ചുകുട്ടിക്കും ഒന്നും അറിയാത്തവർക്ക് പോലും പഠിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ്. മറ്റുള്ളവരുടെ പ്രാക്ടീസ് ഇതൊക്കെ കേൾക്കാനും നമ്മൾക്കും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ സാധിക്കുന്ന ഒരു രീതി തന്നെയാണ്. തുടർന്നുള്ള ക്ലാസ്സുകളും കൂടി അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാനും ഒക്കെ സാധിക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ നല്ല ഉറച്ച വിശ്വാസം. സാറിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. ഗോഡ് ബ്ലെസ് യു സാർ. ഹലോ സാർ, ഗുഡ് ഈവനിങ്. ഞാൻ ജെർഷീന, ദുബായിലാണുള്ളത് ഇപ്പോൾ. സാറിൻ്റെ കോഴ്സിനെ കുറിച്ച് അറിയുന്നത് യൂട്യൂബ് വഴിയാണ്. നമ്മളിങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹത്തിൽ യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ സാറിൻ്റെ ഒരു വീഡിയോ വന്നു. അങ്ങനെ അത് കണ്ടപ്പോൾ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നി. പിന്നെയാണ് കോഴ്സിനെ കുറിച്ച് അറിയുന്നത്. അങ്ങനെ ചേർന്നതാണ്. വളരെ ഹെൽപ്ഫുള്ളായിട്ടുണ്ട്. കാരണം ഇവിടെ ആകുമ്പോൾ നമ്മൾ മലയാളികളെ മാത്രമല്ല ഫേസ് ചെയ്യേണ്ടി വരിക, നമ്മൾ പല രാജ്യക്കാരെ ഫേസ് ചെയ്യേണ്ടി വരും. ഇംഗ്ലീഷാണ് അപ്പോൾ അവിടെ കൂടുതൽ ആവശ്യം. അപ്പോൾ പല സമയത്തും പല പ്രാവശ്യം ബുദ്ധിമുട്ടേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ട്. ഇംഗ്ലീഷ് എന്തൊക്കെയോ അറിയാം, പക്ഷെ അത് കണക്ട് ചെയ്തിട്ട് പറയാൻ പറ്റില്ല. ഒരു സെൻറ്റൻസ് ആക്കിയിട്ട് കണക്ട് ചെയ്തിട്ട് പെട്ടെന്ന് പറയാൻ കിട്ടില്ല. വാക്കുകൾ പെട്ടെന്ന് കണക്ട് ചെയ്തിട്ട് പറയാൻ കിട്ടാത്തൊരവസ്ഥ, ബുദ്ധിമുട്ട്, അത് കുറേ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് ഇവിടെ വന്നതിന് ശേഷം. വളരെ സങ്കടം ഉണ്ടായ ഒരു സിറ്റുവേഷനായിരുന്നു അതൊക്കെ. പിന്നെ അതുപോലെ മക്കളെ സ്കൂളിൽ പോകുമ്പോൾ ടീച്ചേഴ്സ് ഫുൾ മലയാളീസൊന്നും അല്ലായിരിക്കും, അപ്പോൾ അവരോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അങ്ങനെ പല ഇതും നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, കോളേജിൽ പഠിച്ചിട്ടുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ സംസാരിക്കാൻ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മൾ സംസാരിച്ച് തന്നെ, സാർ പറയും പോലെ നമ്മൾ സംസാരിച്ച് തന്നെ പഠിക്കണം. അത് തന്നെയാണ് അതിൻ്റെ വേണ്ടത്. പക്ഷേ നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്ത് നമുക്ക് പുറത്ത് പോയി സംസാരിക്കാൻ ചാൻസ് ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കാൻ പഠിക്കുന്നില്ലല്ലോ. അപ്പോൾ നമുക്കതിന് ഒരു സിറ്റുവേഷനില്ല. നമ്മൾ എപ്പോഴെങ്കിലും സ്കൂളിലോ അല്ലെങ്കിൽ വല്ല മാളുകളിലോ ഒക്കെ പോകുമ്പോൾ മാത്രമേ നമുക്കെല്ലാം സിറ്റുവേഷനുള്ളൂ. അതല്ലാതെ നമുക്ക് സംസാരിച്ച് ശീലിക്കാനുള്ള ഒരു ചാൻസ് കിട്ടുന്നില്ല. പക്ഷേ സാറിൻ്റെ ക്ലാസ് കിട്ടിയതോടുകൂടി അങ്ങനൊരു ചാൻസ് വന്നു. വളരെ അധികം സാറിനോട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ജോബ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. ആ
ജോബിനും ഇവിടെ ഇംഗ്ലീഷ് മസ്റ്റാണ്. അപ്പോൾ അതിനൊക്കെ എനിക്ക് തോന്നുന്നു ഹെൽപ്ഫുള്ളാകും ഇതൊക്കെ. പിന്നെ ഇപ്പോൾ കുറേ കാര്യങ്ങൾ എനിക്ക് ഒറ്റയ്ക്ക് പറയാൻ പറ്റുന്നുണ്ട്. ഞാൻ തന്നെ ഒറ്റയ്ക്ക് പറഞ്ഞു നോക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റുന്നുണ്ട്. വാക്കുകൾ കുറച്ചൊക്കെ കിട്ടുന്നുണ്ട്, കുറേയൊക്കെ ഫ്ലുവൻ്റായി വരുന്നുണ്ട് ഒക്കെ. വളരെ താങ്ക്സ് ഉണ്ട് സർ, വളരെ വളരെ താങ്ക്സ് ഉണ്ട്. ഇതുപോലുള്ളൊരു കോഴ്സ് ഇതുവരെ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. എന്തായാലും വളരെ നന്ദി. എനിക്ക് യാതൊരു പ്രയോജനം ചെയ്തില്ല, എനിക്കൊരു ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം. സാറിൻ്റെ ഈ കോഴ്സ് എനിക്ക് ഒരു ക്ലാസ് കണ്ടപ്പോൾ തന്നെ വളരെ ഒരു ആശ്വാസം തോന്നി. വളരെ ക്ഷമയോടുകൂടി വളരെ ഞങ്ങളെ മനസ്സിലാക്കി തന്നെയാണ് സാറ് ക്ലാസ് എടുക്കുന്നത്. ഞങ്ങൾക്കത് എത്തുന്നു, ഞങ്ങളത് ഹൃദ്യസ്ഥമാക്കുന്നു എന്ന് മനസ്സിലാക്കി തന്നെ സാറിൻ്റെ ട്രെയിനിങ് നടക്കുന്നു. വളരെ സാറിൻ്റെ പെയ്ഡ് ഗ്രൂപ്പിൽ എനിക്ക് അംഗമാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അതിലുപരി അഭിമാനം തോന്നുന്നു. ഈ മാസം ആദ്യത്തെ വാരങ്ങളിൽ ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചതുപോലെയല്ല ഇപ്പോൾ അവസാനം ഈ മാസത്തിൻ്റെ എൻഡിങ്ങിൽ വന്നപ്പോൾ ഞാൻ സംസാരിച്ചത്. എന്തായാലും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. സാറിൻ്റെ ആത്മാർത്ഥതയ്ക്കും കൃത്യമായ ക്ലാസ്സുകൾക്കും ഒരുപാട് ഒരുപാട് നന്ദി സാർ. ഗുഡ് ഈവനിങ് സാർ. എൻ്റെ പേര് ഷീജ. സ്കൂൾ വിദ്യാഭ്യാസം വല്ലതും കംപ്ലീറ്റ് ചെയ്യാത്ത ഒരാളാണ് ഞാൻ. പിന്നെ ഈ എമിഗ്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് SLC പാസ്സാവണം എന്നുള്ളൊരു ഇത് വന്ന സമയത്ത് തുല്യത എഴുതി SLC പാസ്സായി. അത് തന്നെ ABCD മാത്രമേ എനിക്ക് അറിയാമുള്ളായിരുന്നു. പക്ഷേ എങ്ങനെയോ കാണാപ്പാടം പഠിച്ചോ കറക്കി കുത്തിയോ എങ്ങനെയോ പാസ്സായി കിട്ടി. പക്ഷെ ഒന്നും അറിയില്ല. എൻ്റെ മക്കളെ ബാംഗ്ലൂർ നേഴ്സിങ്ങിന് ചേർത്ത സമയത്ത് അവിടെ കോളേജിൽ ചെന്ന് കഴിഞ്ഞപ്പം ടീച്ചേഴ്സ് കംപ്ലീറ്റ് ഇംഗ്ലീഷിലാണ് പറയണേ. ഒരു വസ്തു മനസ്സിലാകാതെ ഇങ്ങനെ ഞാൻ കണ്ണുമിഴിച്ച് നിന്നു. അന്ന് തോന്നി ഇംഗ്ലീഷ് പഠിക്കണമെന്ന്. അങ്ങനെയൊക്കെ വിചാരിച്ച് ബാംഗ്ലൂരിൽ കേരളത്തിലെത്തിയപ്പോഴത്തേക്കും ജീവിത പ്രാരാബ്ദങ്ങളുടെ ഇടയിൽ അത് വിട്ടു. അവിടുന്ന് തോന്നലേ ഉള്ളൂ. വീണ്ടും ഇവിടെ വന്ന് പഴയ പോലെ തന്നെ ജീവിതം, പഴയ പോലെ തന്നെ, ഒരു മാറ്റമില്ല. പക്ഷേ യൂട്യൂബിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരുന്നൊരു സമയത്താണ് സാറിൻ്റെ ഒരു വീഡിയോ കണ്ടത്. അത് കണ്ടപ്പം ഇത് കൊള്ളാലോ എന്ന് തോന്നി, അതിഷ്ടമായി. അപ്പം പിന്നെ മറ്റ് വീഡിയോസ് കേട്ടു. അപ്പം അത് എനിക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നി. എന്നെപ്പോലെ ഒന്നും അറിയാത്ത ഒരാൾക്ക് പ്രയോജനപ്രദമാണെന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഈ കോഴ്സ് ചേരുന്നത്. എന്താണേലും ABCD മാത്രം അറിയാമായിരുന്നു ഞാൻ ഇന്നിപ്പോൾ ഒരു സെൻറ്റൻസ് പറയാൻ കഴിവുള്ള ഒരാളായിട്ട് മാറിയെങ്കിൽ അത് സാറിൻ്റെ ക്ലാസ്സിൻ്റെ പ്രത്യേകതയാണ്. അതിലൊരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു. തുടർന്നും ഈ ക്ലാസ് ഒരിക്കലും നിർത്തരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരുപാട് പേർക്ക്, എന്നെപ്പോലെ ഒന്നും അറിയാത്ത ആൾക്കാർക്ക് ഒരുപാട് ഒരുപാട് പ്രയോജനപ്പെടുന്ന ഒരു ക്ലാസ്സാണിത്. അപ്പോൾ വീണ്ടും തുടർ ക്ലാസ്സുകൾക്കായി കാത്തിരിക്കുന്നു. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. ഹലോ സാർ, നമസ്കാരം. സാർ, ഞാൻ വളരെയധികം ആഗ്രഹിച്ചിരുന്നതാണ് ഇംഗ്ലീഷ് സംസാരിക്കണം, തെറ്റില്ലാതെ എഴുതണം എന്നുള്ളത്. വളരെ ആഗ്രഹത്തോടെയാണ് ഇരുന്നത്. അങ്ങനെ ഞാൻ ഒത്തിരി യൂട്യൂബ് ചാനലുകളിലെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയും അതനുസരിച്ച് അതൊക്കെ ഒന്ന് മനസ്സിലാക്കാനും സംസാരിക്കാനും ഒന്നൊക്കെ ശ്രമിച്ചെങ്കിലും അതൊന്നും സക്സസ് ആയില്ല. അങ്ങനെയാണ് ഞാൻ സാറിൻ്റെ യൂട്യൂബ് ചാനൽ കാണുകയും ഞാൻ ആ ക്ലാസ് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുകയും ചെയ്തു. അന്നേരം എനിക്ക് സാറിൻ്റെ ക്ലാസ്സിൻ്റെ ഒരു സാറ് ക്ലാസ് എടുക്കുന്ന മെത്തേഡ് എനിക്ക് മനസ്സിലാക്കിയപ്പോൾ കൊള്ളാം, എനിക്ക് എന്തായാലും ഇത് പഠിക്കാൻ പറ്റും എന്നൊരു മനസ്സിലൊരു ഇത് തോന്നി. അപ്പോൾ അങ്ങനെയാണ് ഞാനത് വീണ്ടും 2-3 പ്രാവശ്യം കേട്ടപ്പോൾ തന്നെ ആദ്യത്തെ ആ ക്ലാസ്സൊക്കെ എനിക്ക് കുറച്ച് നന്നായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. അതനുസരിച്ചാണ് ഞാൻ സാറിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തത്. പക്ഷേ എനിക്ക് നേരത്തെ ഒരു കോൺഫിഡൻസും ഇല്ലായിരുന്നു. എനിക്ക് സംസാരിക്കാൻ പറ്റുമെന്നോ ഒരു സെൻറ്റൻസ് ഇങ്ങനെ എഴുതാൻ പറ്റുമെന്നോ ഒന്നും എനിക്ക് യാതൊരു ഇതും ഇല്ലായിരുന്നു. പക്ഷെ സാറിൻ്റെ ക്ലാസ് എനിക്ക് വളരെയധികം പ്രയോജനം ചെയ്തു. ഇപ്പോൾ നമുക്ക് ആ സംസാരിക്കാനുള്ള ഒരു പേടി മാറി. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു സെൻറ്റൻസ് എഴുതണം എന്നുള്ളത് എങ്ങനെയുള്ള ഒരു ഐഡിയാസ്
നമുക്ക് പേടിയില്ലാതെ എഴുതാം, അല്ലെങ്കിൽ പേടിയില്ലാതെ ഒരാളിനോട് സംസാരിക്കാം എന്നുള്ളതൊക്കെ ഇപ്പോൾ കുറച്ച് ധൈര്യം അങ്ങനെ വന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സാറിൻ്റെ ക്ലാസ് തന്നെയാണ് അത്രയും നമ്മൾക്ക് ഒരു കോൺഫിഡൻറ്റ് ലെവലിൽ കിട്ടിയത്. അപ്പോൾ എന്തായാലും സാറ് ഇനിയും സാറിൻ്റെ ക്ലാസ്സുകൾ നമുക്ക് ഇതുപോലെ പ്രയോജനപ്പെടുന്ന രീതിയിൽ കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതോടൊപ്പം താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു സാർ. ഗുഡ് ഈവനിങ് സാർ. എൻ്റെ പേര് ബിനു എന്നാണ്. സാർ തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് സാർ ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാനും പഠിച്ചത് മറക്കാതിരിക്കാനും വേണ്ടി സാധിക്കുന്നു. ഞാൻ ഇതിനു മുമ്പ് 2 ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒന്നും കാര്യമായിട്ടൊന്നും മനസ്സിലായിട്ടില്ല. എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടായിരിക്കാം. പക്ഷേ എങ്കിൽ ഈ സാറ് പഠിപ്പിക്കുന്ന രീതി തികച്ചും നല്ലതാണ്. ഓൾ ദ വെരി ബെസ്റ്റ്. ഹലോ സാർ, എൻ്റെ പേര് ഷൈമ. ഞാനൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥയാണ്. പറയാൻ ഇച്ചിരി വിഷമമുണ്ട്, എന്നാലും ഞാൻ മനസ്സ് തുറന്ന് പറയാണ്. കുറേ കാലമായുള്ള ആഗ്രഹമായിരുന്നു ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കുക എന്നുള്ളത്. ഇംഗ്ലീഷ് നന്നായിട്ട് എഴുതാനും വായിക്കാനും പറയുന്നത് മനസ്സിലാവുകയൊക്കെ ചെയ്യും. പക്ഷേങ്കിൽ എന്താണെന്ന് വെച്ചാൽ തിരിച്ചു പറയാൻ പറ്റില്ല. ഇതായിരുന്നു എൻ്റെ പ്രോബ്ലം. അങ്ങനെ ഞാൻ കുറേ ക്ലാസ്സിൽ ചേർന്നു. സത്യം പറഞ്ഞാൽ കുറേ പൈസ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി എന്നെ കളഞ്ഞു. എന്തോ എന്നറിയില്ല, പഠിക്കാൻ പറ്റിയില്ല. പിന്നെ കുറേ യൂട്യൂബിൽ പോയി കുറേ ക്ലാസ്സൊക്കെ നോക്കി അതൊക്കെ ബൈ ഹാർട്ടാക്കാൻ ശ്രമിച്ചു. തൽക്കാലത്തേക്ക് ഓർമ്മ നിൽക്കും, പിന്നെ അത് കഴിയുമ്പോൾ അതങ്ങ് മറന്നു പോകും. അതിൻ്റെ റീസണും എനിക്ക് ശരിക്കും അറിയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്തായിരുന്നു സാറിൻ്റെ ഒരു ഫസ്റ്റ് ക്ലാസ് യൂട്യൂബിലിട്ട ക്ലാസ് കാണുന്നത്. അത് കണ്ടു. അതിൻ്റെ ഡേറ്റ് നോക്കിയപ്പോൾ മനസ്സിലായി, പുതിയ ക്ലാസ്സാണെന്ന് മനസ്സിലായി. അത് ഞാൻ വാച്ച് ചെയ്തു. സത്യം പറഞ്ഞാൽ എനിക്ക് എങ്ങനെ പറയണം എന്നറിയില്ല അതിന്. സാറിൻ്റെ ആ ക്ലാസ് ഞാൻ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കാകെ ഭയങ്കര ആത്മവിശ്വാസം വന്നു. എങ്ങനെയായാലും എനിക്കും സാറ് സംസാരിക്കുന്ന പോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും എന്നുള്ള ഒരു ആത്മവിശ്വാസം വന്നു. അങ്ങനെയാണ് ഞാൻ ഈ സാറിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തത്. അതിൽ നിന്ന് ഞാനൊരു കാര്യം മനസ്സിലാക്കി, സംസാരിക്കാൻ മാത്രമല്ല, ഒരു സെൻറ്റൻസ് തന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനും സാധിക്കുമെന്നുള്ളൊരു സത്യം മനസ്സിലാക്കി. ഇത് സാറിന് മാത്രം പറ്റുന്ന ഒരു സംഭവമാണ്. കാരണം അങ്ങനെ പറയാൻ കാരണം ഒത്തിരി ചാനലുണ്ടല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. യൂട്യൂബിൽ ഇഷ്ടംപോലെ ചാനലുകളുണ്ട്. പക്ഷേ ആർക്കും ഈ മെത്തേഡ് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇങ്ങനെയൊരു മെത്തേഡ് ആദ്യമേ നമ്മുടെ അധ്യാപകന്മാരൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഡിഗ്രിയും PG ഒക്കെ എടുക്കുന്നവർക്ക് ഈസി ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ലേ? അവരാരും ഈ മെത്തേഡ് ഇതുവരെ ഫോളോ ചെയ്തില്ല. ഇത് അടുത്ത ജനറേഷന് കൂടെ ഒരു എക്സാമ്പിളാണ് സാറ്. സാറിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. തീർച്ചയായും ഞാൻ എപ്പോഴും സാറിൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കും. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. ഗുഡ് ഈവനിങ് സാർ. എൻ്റെ പേര് ജെൻസൺ. സാർ, ഞാനും കുറേ നാളായിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹം കൊണ്ട് കുറേ കോഴ്സൊക്കെ കൂടിയായിരുന്നു. എനിക്ക് ഇതേവരെ ഇംഗ്ലീഷ് പഠിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. സാറിൻ്റെ ഒരു ദിവസം ഞാൻ സാറിൻ്റെ ക്ലാസ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നി പിന്നെ ഇതിലേക്കും ഒന്ന് കൂടി നോക്കാം എന്ന് തോന്നി ഞാൻ അതിലേക്ക് കൂടി. പക്ഷേ ഞാനിപ്പോൾ അത്യാവശ്യം കുറച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ച് തുടങ്ങി. എനിക്കൊന്നും അറിയില്ലായിരുന്നു. സാറ് പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പം അത്യാവശ്യം ഇങ്ങനെ മനസ്സിലുണ്ട്. അത്യാവശ്യം ഇംഗ്ലീഷ് ഇങ്ങനെ പഠിച്ച് വരുന്നുണ്ട്. പക്ഷേ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു സാറിൻ്റെ ക്ലാസ്. എനിക്കിപ്പോൾ നല്ലൊരു കോൺഫിഡൻ്റ് ഉണ്ട് സാറിൻ്റെ ക്ലാസ് ഇങ്ങനെ ഡെയിലി ഇങ്ങനെ പതുക്കെ പെട്ടെന്നൊന്നും പറ്റിയില്ലെങ്കിലും പക്ഷേ കുറച്ച് നാളിങ്ങനെ സാറിൻ്റെ ക്ലാസ്സിൽ തന്നെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നല്ലോണം ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻ്റ് എനിക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് സാർ. താങ്ക് യു സാർ. സാറിൻ്റെ ക്ലാസ്സിൽ എനിക്ക് ഇനിയും പങ്കെടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇതുപോലത്തെ ഒരു ക്ലാസ് തന്നതിന് സാറെ വളരെ വളരെ നന്ദി.